ദേവന്മാരും അസുരന്മാരും രണ്ടു കൂട്ടരും കൂടിയിട്ട് പാലാഴിയുടെ തീരത്ത് വന്നിരുന്ന് അവര് വാസുകിയെ കയറാക്കിയിട്ട് മന്ദരപർവ്വതത്തെ കടകോലാക്കിയിട്ട് കടഞ്ഞു പാലാഴി എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഇവർ ഈ പാലാഴി കടയാനായിട്ട് പുറപ്പെട്ടു. ഇപ്പം മന്ദിരപർവ്വത്തിനെ കൊണ്ടുപോകുന്നതും വാസുകിയെ കൊണ്ടുപോയി ചുറ്റിയതും ദേവന്മാരെ കൊണ്ട് വാലും അസുരന്മാരെ കൊണ്ട് പാമ്പിൻ്റെ തലയും പിടിപ്പിച്ചു. അങ്ങനെ അവർ പരസ്പരം യുദ്ധം നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് മാത്രം പരസ്പരം കണ്ട് ശീലിച്ചവരിപ്പോൾ പാലാഴി കടയാനായിട്ട് പരസ്പരം കൂടി ചേർന്ന് ഒരു പ്രവൃത്തിക്ക് പുറപ്പെടുകയാണ്. ഇവർ ഈ പാലാഴി കടയാൻ പുറപ്പെട്ട സമയത്ത് പാലാഴിയിൽ എന്തുണ്ടായി എന്നാണെങ്കിൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, പാലാഴി ഇളകിയിട്ടൊന്നും ഇല്ല. അതിനെന്താ വെച്ചാൽ ഇവർ ഇവിടെ വന്ന് രണ്ടു കൂട്ടരും കൂടി പാലാഴി കടയാൻ തുടങ്ങിയപ്പോഴേക്ക് തന്നെ ഈ മന്ദരപർവ്വതം ഇരിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ മുകളിലായതുകൊണ്ട് അതിനെ താങ്ങി നിർത്താൻ ആരും ഇല്ലാണ്ട വന്നപ്പോൾ അത് എന്ത് ചെയ്തു, കീഴ്പ്പെട്ട് ഇങ്ങനെ താഴ്ന്നു പോവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ താഴ്ന്നു പോവാനായിട്ട് തുടങ്ങിയപ്പം ദേവന്മാരെന്താ ചെയ്തു വെച്ചാൽ ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാനെ ഇതാ അപ്പം അത് ഇങ്ങോട്ട് പോണോ, കീഴ്പ്പെട്ട് പോണോ. മധ്യമാനേർണവേസോദ്രി ആണ് ആ പർവ്വതം. അനാധാരോഹ്യം അപ്പോ വിശൽ, ആധാരമില്ലാണ്ട് ഒരടിസ്ഥാനമില്ലാണ്ട് കീഴ്പ്പെട്ട് താഴ്ന്നു പോയിട്ട് കഷ്ടത്തിലാവാൻ പുറപ്പെട്ട സമയത്ത് എന്തു ചെയ്യും, ആരുണ്ട് രക്ഷയ്ക്ക് നിരീക്ഷിച്ചിട്ട് ഈ ദേവന്മാര് ഭഗവാനെ ചൊല്ലി ഭജിച്ചു. ഭഗവാനെ ഭജിച്ച സമയത്ത് ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ ദേവന്മാരും അസുരന്മാരൊക്കെ നോക്കി നിൽക്കെ പാലാഴിയുടെ തീരത്ത് നിൽക്കുന്ന ഭഗവാൻ തൻ്റെ ആ വേഷം രൂപമൊക്കെ മാറ്റിയിട്ട് വിലോക്യ വിഘ്നേശ വിധിം ദദേശ്വരോ ദുരന്തവീര്യോ വിതഥാഭിസന്ധേ കൃത്വാ വപുഃ കാച്ഛപമദ്ഭുതം മഹൽ പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. ഭഗവാൻ ആ പർവ്വതത്തിൻ്റെ അടിയിലേക്ക് ഒരു ആമയുടെ രൂപത്തിൽ ആ വെള്ളത്തിലേക്ക് അടിയിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് പർവ്വതത്തിനെ തൻ്റെ പുറത്തേക്ക് ഇങ്ങോട്ട് ഏറ്റിയിട്ട് പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ഭഗവാന്റെ ഈ ആമയുടെ രൂപം ധരിച്ചിട്ടുള്ള ഈ പുറപ്പാടിനാണ് കൂർമാവതാരം എന്ന് പറയും. അപ്പൊ കൂർമാവതാര സ്വരൂപനായ ഭഗവാൻ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തൻ്റെ ആ മഹിമ കൊണ്ട് അടിയിലേക്ക് ചെന്ന് പർവ്വതത്തെ പൊക്കി കൊണ്ടുവന്നു. അപ്പൊ പർവ്വതം ഇരിക്കുന്നത് ഭഗവാന്റെ പുറത്താണ്. ഭഗവാന്റെ പുറത്ത് പർവ്വതം ഇരിക്കണോ, അതിൽ വാസുകി ഇങ്ങനെ ചുറ്റിയിരിക്കണോ. എന്നിട്ട് പാലാഴി കടയാൻ തുടങ്ങിയപ്പം അത് കാര്യമില്ല, അവരൊന്നും പാലാഴി പിടിച്ച് കുലുക്കിയിട്ടൊന്നും ഇളകണില്ല. അവിടേക്ക് എന്താ വെച്ചാൽ ഭഗവാൻ തന്നെ മാറിയിട്ട് തൻ്റെ ഈ അംശം ദേവന്മാരുടെ ഉള്ളിലേക്ക് ദേവീ ശക്തിയായിട്ടും ആസുരന്മാരുടെ ഉള്ളിലേക്ക് ആസുരീ ശക്തിയായിട്ടും പർവ്വതത്തിൻ്റെ താഴെ ആമയായിട്ടും പർവ്വതത്തിൻ്റെ മുകളിൽ സഹസ്രബാഹുവായിട്ടും ഈ വാസുകിയുടെ ഉള്ളിൽ എന്താ പറയുക ഇപ്പം അനസ്തേഷ്യയായിട്ടും നിദ്രയായിട്ട് എന്നാ പറഞ്ഞത്, നിദ്രയായിട്ടും പ്രവേശിച്ചു എന്ന് പറയും. അങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോരോ ഭാവേന ഭഗവാൻ പ്രവേശിച്ച് അങ്ങനെ പാലാഴി കടയാൻ തുടങ്ങി. ഇപ്പോൾ വാസ്തവം പറഞ്ഞാൽ കടയണത് ദേവന്മാര് അസുരന്മാരെന്നൊക്കെ നമുക്ക് തോന്നിയാലും വാസ്തവത്തിൽ ആരാധക ചെയ്യണത് ഭഗവാനാണ്. ഭഗവാൻ വന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേക്ക് ആ ഭഗവാന്റെ മഹിമ നല്ലോണം ഇങ്ങോട്ട് പ്രകാശിച്ചു, ഗംഭീരായി. ഇതേ പറയണു ഭഗവാൻ എങ്ങനെയപ്പോൾ നിൽക്കണത് അവിടെ. മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മൂർധ്നി പ്രാജൽവിലുളിതകചോ ശ്രദ്ധരോ രക്തനേത്ര ജൈത്രൈർദോർഭിർ ജഗദഭയദൈർദന്തശൂകം ഗൃഹീത്വാ മധ്ന പ്രതിഗിരിവാശോഭതാഥോ ധൃതാധിരി. ഭഗവാൻ തന്നെ പല വേഷത്തിൽ പല ഭാവത്തിൽ പല സമ്പ്രദായത്തിൽ ദേവാസുരാദികളിലൊക്കെ പ്രവേശിച്ച് പാലാഴി കടഞ്ഞ സമയത്ത് പാലാഴി ഒന്ന് ഇളകി, ഒന്ന് മറിഞ്ഞു, ഒന്ന് കുലുങ്ങി, ഒന്ന് വിറച്ചു. എല്ലാ ദിക്കിലും ഒരു ഉരുട്ടൊക്കെ ഉണ്ടായി. അങ്ങനെ പാലാഴി കടഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ പാലാഴി ഒന്ന് വിറച്ചിളകി പുറപ്പെട്ടപ്പോൾ പാലാഴിയുടെ അടിയിൽ നിന്ന് ആ ഇളക്കവും മറയിലൊക്കെ ഇപ്പം പല ജാതി വിഷയങ്ങളൊക്കെ ഉണ്ടായി. അതിലാദ്യം തന്നെ വന്നത് എന്താ ചോദിച്ചാൽ അമൃതൊന്നും വന്നില്ല. അമൃത് വന്നില്ല എന്ന് മാത്രമല്ല, വന്നത് എന്താണെന്നാണെങ്കിൽ കാളകൂടം വിഷമാണ് ആദ്യമായിട്ട് പൊന്തി വന്നത്. ഈ പാലാഴി ഇങ്ങനെ കടഞ്ഞു പുറപ്പെട്ടപ്പോളേ ഈ പാലാഴി കടയുന്ന സമയത്തുണ്ടായ തതുഗ്രവേഗം ദിശി ദിശുപര്യഥോ വിസർപ്പതുൽസർപ്പത സഹ്യമപ്രതി ഭീതാ പ്രജാ. എല്ലാവരും പേടിച്ചു. ഈ വന്ന കാളകൂട വിഷം കണ്ട് കണ്ടപ്പോളേ എന്താപ്പത് രുദ്രുരംഗസേശ്വര രക്ഷ്യമാണ ശരണം സദാശിവം. എല്ലാവരും കൂടി ചേർന്ന് ഭഗവാൻ സദാശിവനെ ആശ്രയിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങനെയുള്ള രക്ഷയ്ക്ക് ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹിന ശരണാപന്നാൻ ത്രൈലോക്യ ദഹനാൽ വിഷാൽ. ഈ ത്രിലോകത്തിനെയും ദഹിപ്പിക്കണ മഹാവിഷം വന്നു കൂടിയിരിക്കണോ, ആ വിഷബാധയെന്ന് ഞങ്ങൾ രക്ഷിക്കണേന്നും പറഞ്ഞിട്ട് ദേവന്മാരെല്ലാവരും ഭഗവാനെ ചെന്ന് ആശ്രയിച്ചു.
ഭഗവാൻ ശ്രീപരമേശ്വരൻ ഈ പ്രാർത്ഥന കേട്ടു കൈലാസത്ത് നിന്ന് ഓടി ഇങ്ങോട്ട് പോകുന്നു. ഈ പാലാഴി തീരത്ത് വന്നിട്ട് ഭഗവാൻ എന്താ ചെയ്തു വെച്ചാല് തൻ്റെ ഈ കൈക്കുടന്ന് ഇങ്ങോട്ട് നീട്ടിയിട്ട് ആ ഭീകരമായ വിഷം മുമ്പിൽ നിൽക്കുമ്പോൾ കൈ ഇങ്ങോട്ട് നീട്ടി തീർത്ഥം വാങ്ങാനൊക്കെ കൈ നീട്ടണ ലാഘവത്തോടെ കൈ നീട്ടിയത്. കൈ ഇങ്ങോട്ട് നീട്ടി ആ വിഷം കൈക്കുടനേലേക്ക് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഭഗവാൻ അതല്ലേ തതഃകരതലീകൃത്യ വ്യാപി ഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവനായ ഭഗവാൻ ആ അമൃത് കഴിക്കണ ലാഘവത്തോടെ വിഷം അങ്ങോട്ട് കഴിച്ചു. വിഷം കഴിച്ചപ്പോൾ എന്താ ഉണ്ടായി വെച്ചാല് ഭഗവാൻ അത് ദാഹെങ്കിലും മാറുന്നൊക്കെ വിചാരിച്ചിട്ടാണ് കഴിച്ചത് എന്നുണ്ടെങ്കിലും അതുകൊണ്ട് എന്താ ഉണ്ടായി വെച്ചാൽ അകത്തേക്ക് ചെല്ലാനൊന്നും ഉണ്ടായില്ല. ഭഗവാന്റെ കണ്ഠദേശത്ത് എത്താനേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി. അവർക്ക് ഭഗവാനല്ല സഹസ്രനാമം പുസ്തകം ഉണ്ടാക്കിയവർക്ക് ഗുണമായി. 3-4 പേര് കിട്ടി. എന്താ പേര്? നീലകണ്ഠൻ, ശിതികണ്ഠൻ, കാലകണ്ഠൻ, ഗരകണ്ഠൻ, ശ്രീകണ്ഠൻ എന്നൊരു 5 പേര്. അതുകൊണ്ട് സഹസ്രനാമം പുസ്തകം ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട് നിൽക്കരുന്നത് 5 പേരും കൂടി കിട്ടിയ പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴാണ്, അത് കിട്ടാണ്ട് കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടായത്. അപ്പൊ അതും കൂടി ആയപ്പോൾ എന്തായി, പുസ്തകം വേഗം ഇറക്കാൻ പറ്റി. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഭഗവാന് വിശേഷിച്ച് പ്രയോജനമോ നാശമോ ഗുണമോ ദോഷമോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ലോകർക്ക് ഭഗവാനെ ഭജിക്കാനായിട്ട് കുറച്ച് പേരും സമ്പ്രദായമായിട്ട് അങ്ങനെയാണ് നീലകണ്ഠായ നമഃ, ശിതികണ്ഠായ നമഃ, കാലകണ്ഠായ നമഃ, ഗരകണ്ഠായ നമഃ, ശ്രീകണ്ഠായ നമഃ എന്നൊക്കെ ഭഗവാൻ എന്ത് പേരുണ്ടായത്? ഈ പറഞ്ഞ പേരുകളൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അങ്ങനെ ഇത് ഈ കഥ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറെയും ചില കഥ കേട്ടിട്ടുണ്ടാവും, പറഞ്ഞിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും. വേണ്ടത് നമ്മളായിട്ട് കേട്ടില്ലെങ്കിലും വേണ്ടാത്തൊക്കെ അതെങ്ങനെയെങ്കിലും കേൾക്കാനും ആളുണ്ടാവും, കേൾപ്പിക്കാനും ആളുണ്ടാവേ. എന്താ പറഞ്ഞതെന്നാണെങ്കിൽ ഇത് കേട്ടിട്ടില്ലേ ഇങ്ങനെ? അതായത് ഭഗവാൻ ഈ വിഷം കഴിക്കണ സമയത്ത് ഭഗവാൻ ഈ വിഷം കഴിച്ച് മരിച്ചാലോ നിരീക്ഷിച്ചിട്ട് അപ്പൊ എല്ലാവരും കേട്ടിട്ടുണ്ട്. കേൾക്കാണ്ടിരിക്കും. ഇത് അങ്ങനെ വേണ്ടാത്തൊക്കെ ആരെങ്കിലും പറഞ്ഞിരിക്കും ചെയ്യേ, വേണ്ടത് പറഞ്ഞു കൊടുക്കൂല. അതായത് വിഷം ഭഗവാൻ കഴിച്ചു എന്നിട്ട് ഇനി മരിച്ചു പോയാലോ നിരീക്ഷിച്ചിട്ട് ഭഗവാന്റെ ആ കണ്ഠം പിടിച്ച് അമർത്തി. ഇത്രേ പാർവതി. എന്താ അല്ലേ പാർവതി ദേവി ഭഗവാനെ കുറിച്ച് കണക്കാക്കിയത്? ആരെ ഈ പാർവതി എന്ന വടക്കേല പാർവട്ടിയമ്മേ? ഒരു മനുഷ്യ സ്ത്രീയെ പോലെ നമ്മൾ ആരെ കാണുന്നത്? ഭഗവതിയെ കാണുന്നത്. എന്തൊരു വിവരല്ലേ. ഭഗവതി അങ്ങനെ കഴുത്ത് പിടിച്ചു എന്നൊന്നും ഭാഗവതത്തിലൊന്നും ഇല്ല. അപ്പൊ പറയും ദേവേന്ദ്രൻ വായ പൊത്തി ഇത്ര, ഇനി തുപ്പിയാലോ ലോകം നശിക്കില്ലേ നിരീക്ഷിത ദേവേന്ദ്രൻ. ആര് ഈ ദേവേന്ദ്രൻ ഭഗവാന്റെ വായ പൊത്താൻ? ദേവേന്ദ്രൻ വിവരക്കേട് പറയുമ്പോൾ ഭഗവാനാണ് ഇവന്റെ വായ ഡബിൾ മുണ്ട് കൂട്ടി പൊത്തുക. അതിനെ മിണ്ടരുതെന്നും പറഞ്ഞിട്ട് പറയുമ്പോഴൊക്കെ ഒരു കഥയൊക്കെ വേണ്ട, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും. അങ്ങനെ ഇനി ആരോടും പറയരുത്. ഈ വിവരക്കേടൊക്കെ ഈ അമ്പലപ്പറമ്പിലിട്ട് പോയിക്കോളൂ. ഇനി എവിടെയും പോയി ആരോടും പറയരുതേ. നമ്മൾ വലിയ ഈശ്വരകാരിയാണെന്നും പറഞ്ഞ് ഇജാതി വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ചു. ഇപ്പോഴും വലിയ വലിയ ആൾക്കാർ മൈക്ക് കെട്ടി ഇങ്ങനെ വിളിച്ച് പറയുന്ന കേൾക്കാം. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാ പറയുന്നത്? നമ്മൾ എന്ത് പറയുമ്പോഴും ഈശ്വരനിന്റെ ആവാണ്ട് നോക്കിയാൽ നന്ന്. ഇല്ലച്ചതൊക്കെ കണ്ടും കേട്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ പിന്നാക്കം വരുന്നുണ്ട്. അവർക്ക് അതിലേറെ വഷളേ ഉണ്ടാവുള്ളൂ കയ്യിൽ. അതുകൊണ്ട് ചന്തത്തിൽ നേരെ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ അതൊന്നും ഇവിടെ ഇല്ല. ഭഗവാൻ ഈ വേഷം ഇങ്ങനെ പാനം ചെയ്യുന്ന സമയത്തൊന്നും പറയേണ്ട. പ്രസ്കന്നം ജഗൃഹുസ്മതൽ വൃശ്ചികാഹി വിഷൗഷധ്യോ ദന്തശൂകാശ്ചയേ പരേ. അതാണ്ടായത്. ഭഗവാൻ ഈ വേഷം ഇങ്ങനെ സേവിക്കുന്ന സമയത്ത് അങ്ങനെ കയ്യിലേക്ക് വാങ്ങി കഴിക്കുമ്പോൾ ഒരു കണിക, ചെറിയ തുള്ളിയല്ല, ഒരു ചെറിയ കണിക ഭൂമിയിലേക്ക് വീണു. ഭൂമിയിലേക്ക് വേണം ഈ കണികയാണ് നമ്മുടെ നാട്ടിലെ പാമ്പുകള്, തേളുകള്, വിഷച്ചെടികളൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് അവർക്കൊക്കെ വിഷം. പാമ്പുകൾക്കൊന്നും അന്ന് വിഷമില്ല അത്രേ. അന്ന് കാലത്ത് വിഷയേണ്ടായിരുന്നില്ല. അങ്ങനെ പാമ്പുകൾ വിഷമില്ലാണ്ട് പാടത്തെ വരമ്പത്തിൽ കൂടി ഇങ്ങനെ മൂർഖം പാമ്പൊക്കെ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ പുറംകാലം ഇങ്ങോട്ട് മാറി നിൽക്കണോ, കാല് തടഞ്ഞു വീഴാൻ. മൂർഖംപാമ്പിനെയൊക്കെ പുറംകാലം കൊണ്ട് തട്ടിയിട്ട് മൂർഖം പാമ്പ് നാണക്കേട് സഹിക്ക വയ്യാണ്ട തോളത്തിട്ട മുണ്ട് തലയിലിട്ടിട്ടാണ് നടന്നിരുന്നത്. ഒരു വലിയില്ലേ ആ കാലത്താണ് കേട്ടു ഇത് വന്നു എന്ന് കേട്ടു. ഈ വിഷം വന്നു എന്ന് കേട്ടിട്ട് പാമ്പുകളെല്ലാവരും കൂടി ഇത് കേട്ടപ്പോൾ എന്താ അതിന് വിധി നോക്കിയപ്പോഴാണ് കേട്ടത് റേഷൻ കട വഴി കാർഡ് ഒന്നിന് 500 ഗ്രാം വീതം കൊടുക്കേണ്ടതെന്ന് കേട്ടപ്പോൾ അവർ പോയി വരിക്കുക നിന്നു. പാമ്പുകൾക്കും കിട്ടി കുറച്ച് വിഷം. അവരത് എവിടെയാണ് സൂക്ഷിക്കുക? പടിപ്പരയിൽ ഒഴിവില്ല. പത്തായപ്പര, കളപ്പര, കൊളപ്പര, പടിഞ്ഞാറ്റി, തെക്കിനി, വടക്കിനി, കിഴക്കിനി, മാളിക ഒന്നും ഒഴിവില്ല. അപ്പൊ എവിടെയപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ പല്ലിൻ്റെ ഉള്ളിൽ ഒരു ഓട്ട ഉണ്ടായിരുന്നു. ആ ഓട്ടയിൽ സൂക്ഷിച്ചു വെച്ചു. പല്ല് പണ്ടേ തേക്കാത്തതുകൊണ്ട് ഓട്ട നല്ലോണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചത് തലയിൽ സൂക്ഷിച്ചു വെക്കുക. അന്ന് തുടങ്ങിയതാണ് പാമ്പ് തല പൊക്കാൻ. പാമ്പ് നമ്മളെ കണ്ടാൽ എന്താ പൊക്കുക? നായ നമ്മളെ കണ്ടാൽ വാല് പൊക്കിയിട്ടൊക്കെ ഇങ്ങനെ വീശോ. പശു നമ്മളെ കണ്ടാലും സന്തോഷം കൊണ്ട് വാലൊക്കെ ചിലപ്പോൾ പൊക്കി തലയും പൊക്കും. ശരിയല്ലേ ഇത്? പക്ഷേ ഈ പാമ്പ് നമ്മളെ കണ്ടാൽ വെറുതെ എന്ത് കണ്ടാലും തല ഇങ്ങനെ പൊക്കണുണ്ടല്ലോ. എന്താ കാരണം എന്നറിയൂ? ഈ സാധനം വന്ന് കൂടിയതിൻ്റെ ശേഷം അത് തല പൊക്കാൻ തുടങ്ങിയത്. എന്തെങ്കിലുമൊക്കെ ഉള്ളതല്ലേ പൊക്കി പിടിക്കുക. പൊക്കി പഠിക്കണുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ. എന്തെങ്കിലുമൊക്കെ എൻ്റെ വലിയ പണ്ട് എന്താ വെച്ചാൽ കോടിമുണ്ട് ചിറ്റി. ആരും ചോദിക്കണില്ലേ അത് കോടിയാണോ എന്ന്. വെറുതെ ചിറ്റി.
ആരെങ്കിലും ഒന്ന് ചോദിച്ചാലല്ലേ അതിനൊരു സുഖമുള്ളൂ. ഒരു സുഖമില്ല. വൈകുന്നേരം 4-4:30 മണി. ഇനിയിപ്പോൾ പോയി ആദ്യം കുളിച്ച് മുണ്ട് മാറ്റാറായി. ഇനിയിപ്പോൾ ആരും ചോദിച്ചില്ല, കഷ്ടായില്ലേ. എന്താ ചെയ്യുക? വേഗം വടക്കേ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ അമ്മൂട്ടിയമ്മ ഉണ്ട്, മുറ്റത്തെ ഈ മടല പോലെയൊക്കെ നേരിയാക്കണം. അമ്മൂട്ടിയമ്മേ ചുക്കള ഉണ്ടാവുമോ ലേശം ചോദിച്ചു. അയ്യോ എന്താ തിരുമേനി ഇത്ര ദാഹം ചോദിച്ചു. ഒന്നുമില്ല, കോടിമുണ്ട് ചിറ്റിയിട്ടാന്നാ തോന്നണേന്നും പറഞ്ഞു. ആ കോടിയെന്നും പറഞ്ഞു. നീ കുഴപ്പമില്ല, കുളിച്ചാലും കുഴപ്പമില്ല, ആരെങ്കിലും ഒരാൾ ചോദിച്ചൂലോ. അപ്പം എന്തെങ്കിലുമൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും? പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞത് ആരുടെ കഥയല്ലേ? ആരുടെ കഥയാ ഇതൊക്കെ? വാസുകിയുടെയോ അല്ല അനന്തന്റെയോ അല്ല സർപ്പ ഒന്നുമല്ല, ഒക്കെ മനുഷ്യൻ. അപ്പൊ പറഞ്ഞത് അന്ന് തുടങ്ങിയത് ഈ പാമ്പുകള്. നമ്മൾ പാമ്പിനോട് നല്ലത് ചോദിച്ചാലും ചീത്ത ചോദിച്ചാലും പാമ്പിനോട് നമ്മൾ പാമ്പ് ഇങ്ങനെ പാമ്പ് എൻ്റെ 2ാമത്തെ 10ാം ക്ലാസ് പാസ്സായി A+ ഒക്കെ ഉണ്ടോ ചോദിച്ചു. പാമ്പ് പറഞ്ഞിട്ട് ഒരു എൻ്റെ മകൻ 10ാം ക്ലാസ് തോറ്റാൽ എന്താ, ജയിച്ചാൽ എന്താ, എവിടേക്ക് നമുക്ക് എന്താ, നാട് വിട്ട് പോയാലും നമുക്ക് വെറുതെ ഒരു കുശലം ചോദിച്ചു, അങ്ങനെ വെറുതെ സന്തോഷം ചോദിച്ചാൽ പോലും പറ്റുള്ളൂ എന്താ ചെയ്യുള്ളൂ. കണ്ടില്ലേ? അത് ഇതാണ്. അങ്ങനെ തേള ഉണ്ടല്ലേ, തേളിനും വിഷം ഉണ്ടായിരുന്നില്ല. തേളുകൾക്കൊന്നും ഒരു വിഷം ഉണ്ടായിരുന്നില്ല. തേളെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ കണ്ട ജന്തു ഉണ്ടാവും, കല്ലിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഈ പാറമടയിലും കുന്നിൻ്റെ മുകളിലൊക്കെ കല്ലൊക്കെ ഉണ്ടാവും, വലിയ വലിയ പാറക്കല്ല് കാട്ടിലൊക്കെ ഉണ്ടാവും, അതിൻ്റെ കടിയിലുണ്ടാവും, കറുകറുന്നനെ ഉണ്ടാവും ഈ തേളിൻ്റെ വാല്യമിൽ വിഷം. അപ്പോൾ ഈ തേളുകൾക്കൊന്നും വിഷമില്ലാണ്ട് നടക്കണ കാലത്ത് തേളുകളും കേട്ടു ഇങ്ങനെ കൊടുക്കണു. റേഷൻ കടയിൽ നിന്ന് കാർഡൊന്നിന് 250 ഗ്രാം കൊടുക്കുന്നുണ്ട്. അവരും പോയി വരിക്ക് നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് എവിടെയാ സൂക്ഷിക്കാൻ നോക്കിയപ്പം എവിടെ ഒഴിവില്ല. പടിപ്പര, കളപ്പര, കൊത്തപ്പ, തായപ്പര, കുളപ്പര, മാളയ്ക്ക, പടിഞ്ഞാറ്റി കഴി ഒന്നും ഒഴിവില്ല. എന്തിന്? പല്ലിൻ്റെ ഉള്ളിൽ ഒഴിവില്ല. നോക്കുമ്പോൾ ഈ വാലിൻ്റെ മുകളിലൊരു മുറി വാടകക്കാരെ ഒഴിഞ്ഞത് ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. 2ാമത്തെ കുട്ടികൾ വന്നിട്ടില്ല, ഒഴിഞ്ഞിടക്കുക. അത് ഒഴിഞ്ഞിടക്കണ്ട. അപ്പൊ അവരെന്ത് ചെയ്തു? അത് വാലിൻ്റെ മുകളിൽ സൂക്ഷിച്ചു. അന്ന് തുടങ്ങിയതാണ് തേള് വാല് പൊക്കാൻ. തേളിന്റെ വാല എവിടെയാ പതിവ്? തലയുടെ മുകളിൽ പൊക്കി നടക്കുക പതിവ്. തലയുടെ മുകളിൽ വാല് പൊങ്ങനെ ഒരേ ഒരു ചിന്ത ഉള്ളത് ആരാത്? തേളാണേ. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതല്ലേ പൊക്കി പിടിക്കുക. അങ്ങനത്തെ പിന്നെ കള്ളിക്കായ, എന്ത് ഒതളങ്ങാന്ന് എന്താ പറയുക, ഇവിടേക്ക് കായ വിഷക്കായില്ലേ നമ്മുടെ ആ പിന്നെ തോടിന്റെ വക്കത്തും പുഴയുടെ വക്കത്തൊക്കെ ഇങ്ങനെ മാങ്ങ നീക്കും പോലെ കായ്ച്ചൊക്കെ കണ്ടല്ലേ. എന്താ അതിന്റെ പേര് എവിടേക്ക് പറയണത്? ഒതളങ്ങയോ? അല്ലേ? അതന്നെ വിഷാണതേ. കട മാങ്ങിയെന്നൊക്കെ തോന്നും, മാമ്പഴന്നൊക്കെ തോന്നും. മാമ്പഴമൊന്നും അല്ല, തിന്ന ചത്തൂവി. അപ്പൊ അതിനൊന്നും വിഷം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ വിഷം വാങ്ങിയത് വൃശ്ചികാഹി വിഷൌഷധ്യോ ദന്തശൂകാശ്ചയേവരെ. പാമ്പുകളും തേളുകളും വിഷച്ചെടികളും വിഷം ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് അത്രേ. അതാണ്ടായത്. അതപ്പം ഭൂമിയിലുണ്ടായത്. വീണ്ടും എന്താണ്ടായത്? പീതേകരേ വൃഷാങ്കേണ പ്രീതാസ്തേ മരദാനവാഹ മമന്ധുസ്തരസാ സിന്ധും. അതുണ്ടായത്. വീണ്ടും അവരെ ഹവിർധാനീ തതോ ഭവൽ. അവർ വീണ്ടും പാലാഴി കടഞ്ഞു. ഇപ്പം വിഷത്തിന്റെ വിഷമം തീർന്നു, അതുകൊണ്ട് പാലാഴി കടഞ്ഞു. ഇവരിങ്ങനെ പാലാഴി കലശലായിട്ട് കടഞ്ഞ് ഗംഭീരമായിട്ട് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും പറയണ്ട. അന്ന് പല ജാതി വസ്തുക്കളുണ്ട്. ഉച്ചൈശ്രവസ് എന്ന് പറഞ്ഞ കുതിരയുണ്ടായി, ദേവലോകത്തേക്ക് പോയി. ഐരാവതം എന്ന് പറഞ്ഞ ആനയുണ്ടായി, ദേവലോകത്തേക്ക് പോയി. ചന്ദ്രൻ വന്നു, ആകാശത്തേക്ക് പോയി. ഒന്നും പറയണ്ട. പിന്നെ എന്താണ്ടായത്? കൽപ്പവൃക്ഷങ്ങൾ വന്നു, സ്വർഗലോകത്തേക്ക് പോയി. പിന്നെ എന്താണ്ടായിച്ചാൽ കൗസ്തുഭമണി എന്നൊരു മണി വന്നു. ആ മണി ഇങ്ങനെ പറഞ്ഞത് കണ്ടപ്പം ദേവേന്ദ്രൻ ഒന്ന് ചാടാൻ നോക്കി, പിടുത്തം കിട്ടുമെന്ന്. പിന്നെ ഭഗവാൻ പണ്ട് പറഞ്ഞതാണല്ലോ, എന്താ ഇതൊന്നും കണ്ട് ചാടി പുറപ്പെടരുത്, അമൃത് ഉണ്ടാവുമ്പോൾ ചാടിയാൽ മതി എന്ന് പറഞ്ഞില്ല. അത് കേട്ട് ദേവേന്ദ്രൻ ചാടിയില്ല. കൗസ്തുഭമണി ഭഗവാന്റെ മാറിൽ ചെന്ന് ചേർന്നു. അങ്ങനെ പലവിധ പദാർത്ഥങ്ങൾ പാലാഴിയിൽ നിന്നുണ്ടായി. അങ്ങനെ പാലാഴി വീണ്ടും വീണ്ടും കടഞ്ഞപ്പോ പാലാഴിയിൽ നിന്ന് എന്താണ്ടായി എന്നറിയോ? ഒരു കമലം ചെന്ത കമലം, താമരപ്പൂവ്, ഒരു കമലം ഉണ്ടായി. ഈ കമലം ഇങ്ങോട്ട് വന്ന സമയത്ത് ദേവേന്ദ്രാദി ദേവന്മാരെല്ലാവരും അസുരന്മാരും ഈ കമലത്തിലേക്ക് നോക്കിയപ്പോൾ എന്താ വെച്ചോ, ഈ കമലത്തിന്റെ ഉള്ളില് കമലത്തിനേക്കാളും ഭംഗിയുള്ളൊരു സംഗതി. എന്താ അതിന്റെ പേരെന്നറിയോ? കമലത്തിനേക്കാളും ഭംഗിയുണ്ട്. അതാര്? കമലാചാര. ലക്ഷ്മീദേവി ആണ്. ലക്ഷ്മീദേവിയെ വന്നതേ. കയ്യിലാണെങ്കിൽ ഒരു മാലയുണ്ട്. എന്നിട്ട് ലക്ഷ്മീദേവി ഇങ്ങനെ വന്നു, കരിങ്കോളപ്പൂവിന്റെ മാലയായിട്ട് വന്നിട്ട്. എന്തിനാ ലക്ഷ്മീദേവി വന്നത് ചോദിച്ചാലേ, ഇപ്പൊ ദേവന്മാരെ അസുരന്മാരെ എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാം തികഞ്ഞ ഒരാളെ വിവാഹം ചെയ്യണം, അതിനാ വന്നത്. എല്ലാം തികഞ്ഞവനാവണം, അതിനാണ്. ചെന്ന് ഓരോ ദേവേന്ദ്രന്റെ അടുത്ത് ചെന്ന് എല്ലാം തികഞ്ഞവനല്ലേ നിരിച്ച് മാലയിടാൻ പുറപ്പെട്ടപ്പോഴാണ് എല്ലാം തികഞ്ഞോ. ഇപ്പൊ 55 കഴിഞ്ഞ് വന്നിരിക്കുക, വിളക്കും വാങ്ങിയിട്ടേ. എന്തിന് ശമ്പളം വാങ്ങാൻ നിവൃത്തിയില്ലാണ്ട് പെൻഷൻ വാങ്ങാൻ പോണേ? വേണ്ട, ദേവേന്ദ്രനെ ഒഴിവാക്കി. മറ്റേ ദേവന്റെ അടുത്ത് ചെന്നു. അത് നല്ല സുന്ദരൻ, നല്ല സുമുഖൻ, നല്ല കേമൻ, എല്ലാം കൊണ്ടും കേമനാണ്. അപ്പൊ ചോദിച്ചു എത്ര വരെ പഠിച്ചു എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, എനിക്ക് അങ്ങനെ സ്കൂളിലേക്ക് പോണ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു. അയ്യേ, അവനെങ്ങനെയാ കല്യാണം കഴിക്കുക? അവനെ കഴിച്ചില്ല. മറ്റവൻ്റെ അടുത്ത് ചെയ്യുന്നു. അവനാച്ചാൽ നല്ലോണം സ്കൂളിലേക്ക് പോയ കടലാസ് തന്നെ ഉണ്ട്. എന്ത് ഒരു ഓട്ടോറിക്ഷയെ കൊണ്ടുപോകാൻ മാത്രമേ അത്രയ്ക്ക് പഠിച്ചേക്കണോ? നല്ല വിവരമുള്ളവനാണ്, ഗംഭീരൻ. നബന്റെ കഴുത്തേക്ക് അങ്ങോട്ട് ഇടുക, മാല നിരീക്ഷിച്ചു നോക്കിയപ്പോഴാണ് ചോദിച്ചു അച്ഛൻ്റെ പേരെന്താ ചോദിച്ചു. അപ്പം പറഞ്ഞു അങ്ങനെ ഒരു സംഗതി സംശയം എന്നും പറഞ്ഞു.
അയ്യയ്യേ, കുടുംബ മഹിമയില്ലാത്ത അവിടെ മാലിയിട്ടില്ല. പിന്നെ മറ്റവൻ്റെ അടുത്ത് അപ്പൊ അവൻ്റെ അച്ഛൻ്റെ പേരൊക്കെ അങ്ങാടിയിൽ വലിയ ബോർഡിന്റെ മുകളിൽ എഴുതി വെച്ചേക്കണം. അത്ര കേമന അച്ഛൻ. സ്കൂളിലേക്ക് പോയി എൻ്റെ കണക്കൊക്കെ പറയിച്ച പാണ്ടി ലോറിയിലെ കടലാസ് കൊണ്ടുപോകണം. ഇത്രയ്ക്ക് കടലാസ് ഉണ്ട്. പഠിച്ചതിൻ്റെ കടലാസ് സർട്ടിഫിക്കറ്റുകൾ അത്ര മിട്ടുക്കാൻ. എന്നാൽ ഇവൻ്റെ കഴുത്തിൽ മാല ഇടുക നിരീച്ച മാല ഇങ്ങോട്ട് അടുത്തേക്ക് ചെന്നപ്പം മാല കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഇവനൊന്ന് ചിരിച്ചു. ചിരിച്ചപ്പോഴാ മനസ്സിലായത് വായ നിറയെ പല്ല. 3-4 വരി പല്ല്. നമുക്ക് 2 വരി എന്നെ കൊണ്ടടക്കാൻ പറ്റുന്ന പാട് നമുക്കേ അറിയുള്ളൂ. 4 വരി പല്ല് എല്ലാത്തിലും പല്ലാണ്. അതുകൊണ്ട് കഥ കഥ മത മത പദവത കൊതോ കൊതോന്നേ വരുള്ളൂ. വേറെ ഒരു അക്ഷരം പറയാൻ പറ്റില്ല. അയ്യയ്യയ്യേ, സൗന്ദര്യമില്ല. നോക്കൂ, സൗന്ദര്യമുള്ളവന് ബുദ്ധിയില്ല, ബുദ്ധിയുള്ളവന് വിവരമില്ല, വിവരമുള്ളവന് പ്രാപ്തിയില്ല, പ്രാപ്തിയുള്ളവന് കുടുംബമഹിമില്ല, കുടുംബമഹിമുള്ളവന് ആയുസ്സില്ല, ആയുസ്സുള്ളവന് ഒന്നുണ്ടെങ്കിൽ ഒന്നില്ല. എന്തെങ്കിലും ഒന്നില്ലാത്തവരേ എല്ലാവരും ഉള്ളൂ. അപ്പോൾ ആരും ഇഷ്ടമായില്ല ലക്ഷ്മി ദേവിക്ക്. ലക്ഷ്മി ദേവി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ കണ്ടു ആരെ? സാക്ഷാൽ ഭഗവാൻ ഇങ്ങനെ നിൽക്കണോ. ഏയ് ആദ്യം അവിടേക്ക് അങ്ങോട്ട് നോക്കിയാൽ മതിയായിരുന്നു, അങ്ങോട്ട് നോക്കിയില്ലേ. നമ്മൾ അങ്ങനെയുള്ള കണ്ട വേണ്ടാത്തേക്കിലേക്കൊക്കെ നോക്കി ഒടുക്കാണ് അവിടേക്ക് നോക്കുക. ഭഗവാന്റെ അടുത്തേക്ക് നോക്കുക. അങ്ങനെ ഭഗവാനെ കണ്ടപ്പം ലക്ഷ്മീദേവി ആ മാല കൊണ്ടുപോയിട്ട് ഭഗവാന്റെ കഴുത്തേക്ക് അങ്ങോട്ട് ഇട്ടു. അന്ന് തുടങ്ങി ഭഗവതി ലക്ഷ്മി. ഇപ്പൊ എവിടെയാണ് ലക്ഷ്മി? താവകരാമണീയഹൃദൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ ഏതോധ്യാനഗുണാനുകീർത്തനരസാസക്താ ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദരാ എന്ന് പറഞ്ഞില്ലേ. ആ ഭഗവതി ഭഗവാന്റെ വാമഭാഗത്ത് ചെന്ന് ചേർന്നതിൻ്റെ ശേഷം പിന്നീട് സ്വന്തം ഭക്തന്മാരുടെ അടുത്തേക്ക് പോലും പോവാറില്ല. പിന്നെ എവിടേക്കപ്പോൾ പോവുക? ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് പോകും. ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് പോയാൽ എന്താ പ്രത്യേകത? ഭഗവത് കഥകൾ പറയും. തൻ്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് പോയാലോ തൻ്റെ കഥോളാ പറയുക. തൻ്റെ കഥ എന്ത് കേൾക്കാനാ? ഭഗവാന്റെ കഥ കേൾക്കാനല്ലേ രസം. അതുകൊണ്ട് എവിടേക്ക് പോവും? അതെങ്ങനെയാണേ ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് പോകും. വേറെ എവിടേക്കും പോവാറില്ല. അതുകൊണ്ടേ ലക്ഷ്മി ഉണ്ടാവണമെങ്കിലും ആരെ ഭജിക്കണം? ലക്ഷ്മീച്ച എന്താ? നമ്മൾ കുപ്പായ കീശയ്ക്ക് നോക്കിയിട്ടാ ലക്ഷ്മി എന്ന് പറയുന്നേ. ലക്ഷ്മീച്ച എന്താ? ഐശ്വര്യം. ഐശ്വര്യം ഉണ്ടാവണമെങ്കിലും ഭഗവാന്റെ പ്രസാദം ഉണ്ടാവണം. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ചോളൂ എന്നാ പറഞ്ഞതിൻ്റെ. ഭഗവാനെ ഭജിച്ചാൽ ഭഗവാനും വരും, കൂടെ ആരും ഉണ്ടാവും? ലക്ഷ്മി ഉണ്ടാവും. ലക്ഷ്മിയെ ഭജിച്ചാൽ ലക്ഷ്മി വരൂല്ല, ഭഗവാൻ അറിയൂല്ല. ശരി തന്നെയല്ലേ? ഇപ്പം നമ്മൾ കൂടി കുടുംബത്ത് പോയിട്ട് കല്യാണം ക്ഷണിക്കുമ്പം ഭർത്താവിനെ വിളിച്ചാൽ ഭർത്താവും ഭാര്യയും കൂടി കല്യാണത്തിന് വരും. ഭാര്യയെ വിളിച്ചാലോ അടുക്കളയുടെ അവിടെ പോയിട്ട് അമ്മൂട്ടിയമ്മ പറഞ്ഞിട്ടോ കല്യാണത്തിനാ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞിട്ടോ അമ്മൂട്ടിയമ്മ കല്യാണത്തിന് പോവുമോ? പോവില്ല. എന്നാൽ ഭർത്താവിൻ്റെ ആഫീസിൽ വല്ലവരുടെയും കല്യാണമാണെങ്കിൽ ആഫീസിലുള്ള ആൾ പറഞ്ഞു അതെ ഭാര്യയും കൂട്ടി കുട്ടികളെയും കൂട്ടിയിട്ട് വരണട്ടോ ഇല്ല വെച്ചാൽ എന്നൊക്കെ പറയാം. അമ്മയാണ് വെച്ചാൽ 2 കൊല്ലം മുമ്പ് സാരി വാങ്ങി ഇരിക്കേണ്ടതിന് പോവാൻ. ഇതിന് ശരിയല്ലേ? അപ്പോൾ ഭർത്താവിനെ വിളിച്ചാൽ ഭർത്താവും ഭാര്യയും കൂടി പോവും. ഭാര്യയെ വിളിച്ചാൽ ഭാര്യയും പോവില്ല, ഭർത്താവും പോവില്ല. അപ്പം ഭഗവാനെ വിളിച്ചാൽ ഭഗവാനും ഭഗവതിയും കൂടി വരും. ഭഗവതി ലക്ഷ്മിയെ വിളിച്ചാലോ ലക്ഷ്മിയും വലിയ ഭഗവാൻ. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാൽ എല്ലാം ഉണ്ടാവും എന്നാ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെയും പാലാഴി കടഞ്ഞു. ഒന്നും പറയണ്ട, ഗംഭീരമായിട്ട് പാലാഴി ഇങ്ങനെ കടഞ്ഞ പുറപ്പെട്ട സമയത്ത് പിന്നെ ഉണ്ടായത് എന്താണെന്നറിയോ? അഥാസീൽ വാരുണീ ദേവി കന്യാ കമലലോചന അസുരാ ജഗൃഹുസ്തം വൈ ഹരേരനുമതേനതേ. പിന്നീട് എന്താ ഉണ്ടായെന്നറിയാം? പിന്നീട് പാലാഴി കടഞ്ഞപ്പം ആ പാലാഴിന്ന് വേറൊരു സംഗതി ഉണ്ട്. ഈ വാരുണീ ദേവി എന്താ പേര്? വാരുണീ ദേവി. കേട്ടാൽ നമുക്ക് കണ്ട തൊഴാനൊക്കെ തോന്നുക ദേവി ഒന്ന് തൊഴാനൊന്നും പുറപ്പെടണ്ട കേട്ടോ. ആ ദേവി വേറെയാ. ഏതാ ദേവി? ഒന്ന് പറഞ്ഞു നോക്കാം. ചിലപ്പോൾ മനസ്സിലാവില്ല, ചിലപ്പോൾ മനസ്സിലായി എന്നൊക്കെ വരും. നമ്മൾ പല ദിക്കിലും ഇത് പറഞ്ഞ് ബുദ്ധിമുട്ടിയിട്ടുണ്ട് മനസ്സിലാക്കാൻ. സജ്ജനങ്ങൾക്ക് അത്ര വേഗം മനസ്സിലാവില്ല. മനസ്സിലായില്ല വെച്ച് പേടിക്കേണ്ട ഒരു യോഗ്യതയായിട്ട് കൂട്ടിയാൽ മതി. ഇത് ചിലത് മനസ്സിലാവായ ഒരു യോഗ്യതയാണ്, ചിലത് മനസ്സിലാവലാണ് യോഗ്യത. പണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് താനല്ലട കിണ്ടി കട്ടത്, താനല്ലട കിണ്ണം കട്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ കിണ്ടിയും കിണ്ണൊന്നും കണ്ടിട്ടില്ല. അയ്യോ സാറേ ഞാനല്ല സാറേ ഞാൻ പിന്നെ ആരടാ കട്ടത് എന്നൊക്കെ ചോദിച്ചു പോലീസുകാരൻ നമ്മുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ കയറുക. അപ്പോൾ നമ്മൾ സാറേ ഞാൻ അങ്ങനെ കട്ടാവുന്ന സാറെ ചോദിച്ചു നോക്കാം, SI സാറോട് ചോദിച്ചു നോക്കാം, എന്നെ കുറിച്ചും ചോദിച്ചു നോക്കൂ. ആരോട്? SI ഉണ്ട് അവിടെ ഇരിക്കണേ. ആ SI സാറോടൊന്ന് ചോദിച്ചു നോക്കാം, എന്നെ അറിയാൻ ചോദിച്ചു നോക്കൂ എന്നും പറഞ്ഞു. അപ്പോൾ SI പറഞ്ഞു എനിക്കിപ്പനെ അറിയില്ല എന്നും പറഞ്ഞു. SI അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു എടാ തന്നെ അറിയില്ല എന്നല്ലേ സാറ് പറഞ്ഞത് ചോദിച്ചു. അതന്നെയാണ് എൻ്റെ യോഗ്യത എന്നും പറഞ്ഞു. SIക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ എനിക്കൊരു യോഗ്യത. എന്താ കാരണം? ആ SIക്ക് ആ നാട്ടിലെ പെരുങ്കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും സാക്കാല വേണ്ടാത്തവന്മാരെയും ആർക്കറിയാം?
അയാൾ നോട്ടം വെച്ചിട്ടുണ്ടാവുകയെ. ശരിയല്ലേ? അപ്പൊ നമ്മളെ SI അറിയില്ല പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളയാൾ കണ്ടിട്ടില്ല, നമ്മളയാൾ കേട്ടിട്ടില്ല, നമ്മളയാളുടെ അടുത്തേക്ക് പോയിട്ടില്ല എന്നല്ലേ അർത്ഥം. എന്താ അർത്ഥം? നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ദുരിതമുണ്ടായില്ല, കള്ളത്തരൊന്നും കാണിച്ചിട്ടില്ല എന്ന്. അപ്പൊ ചില ദിക്കിൽ അറിയായ യോഗ്യതയാണ്. എന്നാൽ ചില ദിക്കിൽ പോയിട്ട് അറിയാന്ന് പറഞ്ഞാൽ അതും യോഗ്യതയാണ്. ഇവിടെ ഇപ്പൊ എന്തായപ്പോ എന്നാണെങ്കിൽ പ്രത്യേകത എന്നാണെങ്കിൽ ഈ പറയുന്ന വാരുണി ദേവിയുടെ പ്രത്യേകത. ഈ വാരുണി ദേവി എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചിട്ടോ, വാരുണി ദേവി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയും, നമ്മുടെയൊക്കെ നാട്ടിലെ ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മുടെയൊക്കെ നാട്ടിൽ ഈ വരിയായിട്ട് നിന്ന് വാങ്ങിക്കൊണ്ടുപോകണില്ലേ, അതിന്റെ പേരാണ് എന്ത്? വാരുണി. മനസ്സിലായോ? ഇല്ലല്ലേ? റേഷൻ കടയില്ലേ? റേഷൻ കടയിലൊന്നും വരിയില്ല. അപ്പോ അവിടെ നിന്നല്ല, റേഷൻ കടയല്ല, വേറെ ഒരിക്കലും വരിയുണ്ട്. ഈ വരി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ട്, ആ വരിയിൽ ഏകോദര സഹോദരന്മാരെ പോലെ എല്ലാവരും നിൽക്കുക. ഉന്തില്ല, തള്ളില്ല, തിക്കല്ല, തിരക്കില്ല, കലഹല്ല, കോലാഹലല്ല, എല്ലാവരും ഇങ്ങനെ. അതത്രയ്ക്ക് ശാന്താണ് അവിടെ. ഒരു പറയാം എല്ലാവരും വളരെ പ്രസന്നരായിട്ട് ഇങ്ങനെ. പിന്നെ എന്താ വരിയുടെ മനസ്സിലായോ? വരി ഇല്ലല്ലേ? ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ആ വരിയുടെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, എല്ലാവരും ഒരേ ഭാവത്തിലാണ് നിൽക്കേ. എന്നുവെച്ചാൽ അതിൽ അങ്ങനെ ഉണ്ടല്ലോ, അവിടെ അങ്ങനെ ഒരു പ്രത്യേകതരം ഭാവത്തോടെ കൂടി നിൽക്കണം വരിയണത്. അവിടെ എന്താണെന്നാണെങ്കിൽ ആ വരിയിൽ നിൽക്കുന്ന സമയത്ത് വേറൊരു വിശേഷം, നട്ടുച്ചയ്ക്ക് മീനമാസത്തിൽ നട്ടുച്ചയ്ക്കാണെങ്കിലും തലയിൽ മുണ്ടോ ഹെൽമറ്റോ ഒക്കെ ഉണ്ടാവും. മഞ്ഞുകാരനെ ഈ മീനമാസത്തിൽ നട്ടുച്ചയ്ക്ക് വല്ലാത്ത മഞ്ഞാണല്ലോ. ധനുമാസത്തിൽ മഞ്ഞില്ലല്ലോ. ശരിയല്ലേ? ഇത് ഇപ്പൊ പിന്നെ മഞ്ഞൊന്നും ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ നിൽക്കാന്നായി? സ്കിൻ തിക്നെസ് കാരണേ, തൊലിക്കട്ടി ജാതിയാണല്ലോ. അതുകൊണ്ട് പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ അല്ലേ? ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ഈ വരിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അതിൽ 88 വയസ്സായ കാർന്നൂരും ഉണ്ടാവും, 18 വയസ്സായ ഉണ്ണി ഉണ്ടാവും, 25 വയസ്സായ കോമളനും ഉണ്ടാവും, 35 വയസ്സായ യുവാവും ഉണ്ടാവും, 45 വയസ്സായ മധ്യമനും ഉണ്ടാവും. എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ നിൽക്കുന്ന ഒരു വരിയാണതേ. മനസ്സിലായില്ലേ? ഒന്നും കൂടി പറഞ്ഞോക്കെ, ചിലപ്പോ മനസ്സിലായാലോ. എന്താ വെച്ചാൽ ആ വരിയിലേക്ക് അങ്ങോട്ട് പോകുമ്പം, മാളികയുടെ മുകളിലാണേ ഈ ഇരിക്കണത്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ എങ്ങനെയാ പോകുന്ന അറിയോ? ചാടി അങ്ങോട്ട് കയറി പോവും. അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് വരുമ്പോ 10 മാസം തികഞ്ഞ പൂർണ്ണ ഗർഭിണി വരുന്ന മാതിരി അങ്ങനെയാ വരിക. അങ്ങനെയാ വരിക. വയറൊക്കെ ത്രശ ഉണ്ടാവും. മനസ്സിലായില്ല? ഒന്നും കൂടി പറയാം. ഇനി മനസ്സിലാവാച്ച ആക്കി കൊള്ളിക്ക് വേണ്ട, അത്രയ്ക്ക് വയ്ക്കൂ. അതായത് ഈ വരിയിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ മുമ്പിൽ നിൽക്കണ ഉണ്ണിയും 25 വയസ്സായ ഉണ്ണി ഉണ്ടല്ലോ, ആ ഉണ്ണി ഇങ്ങനെ മുമ്പിൽ നിൽക്കും. തൊട്ട് പിമ്പിലാച്ചാൽ 85 വയസ്സായ കാർന്നവരും ഉണ്ടേ. അപ്പൊ ഉണ്ണി എന്തോ കുപ്പായ കീശയെന്നോ കയ്യിന്നോ വീണ സാധനം എടുക്കാൻ കുനിഞ്ഞിട്ട് ഇങ്ങോട്ട് നിവർന്നപ്പോ മുട്ടയ്യ കാർന്നവരുടെ വയറ്റത്തൊന്ന് കുത്തിപ്പോയി അറിയാതെ. കാർന്നവര് വിവരം അറിഞ്ഞു. എന്താ കാരണം? ഈ 85 25 കഴിച്ച 60 ബാക്കിണ്ടേ. ആ കുത്തിന്റെ ശക്തിയാണത്. ഏത്? അപ്പൊ 25ന്റെ കുത്ത് 85 കിട്ടിയ ഒരു 65ന്റെ വില ഉണ്ടാവുമല്ലോ. കാർന്നോർക്ക് ലേശമേ അറിയാണ്ട പറഞ്ഞു പോയി കാർന്നോര്. അപ്പൊ ആ ചെറുപ്പക്കാരൻ തൊഴുതിട്ട് പറഞ്ഞു, കാർന്നോരെ ഒന്നും തോന്നരുത്, അറിയാണ്ട പറ്റിപ്പോയതാണ്, ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ ആര് തൊഴുതു? ചെറുപ്പക്കാരൻ തൊഴുതപ്പോ കാർന്നോര് പറഞ്ഞു, സാരല്യ ഉണ്ണിയെ, ആ കുപ്പി കാണുമ്പം ഞാനെല്ലാം മറക്കും. ഇപ്പൊ മനസ്സിലായോ? ഹൗ ഭാഗ്യം! നീ മനസ്സിലായില്ലേ? എന്ത് ചെയ്യും അല്ലേ? അതാണ് സാധനം. എന്താ അതിന്റെ പേര്? മദ്യം. അതാണ് വാരുണീ ദേവി. അഥാസീൽ വാരുണീ ദേവി കന്യാ കമലലോചന. വാരുണീ ദേവി പുറപ്പെട്ടു വന്നു. എവിടുന്ന്? മദ്യാണ് വന്നത്. അപ്പോഴേക്ക് ഈ ആസുരന്മാരെല്ലാരും കൂടിയിട്ട് ഒരു ഭീമഹരജി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? 10 ലക്ഷം ആളെ കൂടി ഒപ്പിട്ട ഹരജി ഇല്ലേ? ഒരു ഭീമഹരജി ഉണ്ടാക്കിയിട്ട് ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ചു. എന്താ അവര് പറഞ്ഞെന്നറിയോ? അസുരാഹ ജഗൃഹോസ്താം വൈ ഹരേഹ അനുമതേനതേ. അസുരന്മാര് പറഞ്ഞു, ഭഗവാനെ, പാലാഴിന്ന് ഇപ്പൊ പല ജാതി സാധനങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ വേണം എന്ന് അവകാശം ചോദിച്ചില്ല. ഇത് ഞങ്ങൾക്ക് തരണം. ഇവരങ്ങോട്ട് വാശി പിടിച്ചു. എന്താ വെച്ചാൽ ഞങ്ങള് കൊണ്ടുപോയി നല്ലോണം പരിപാലിച്ചോളാം, ഞങ്ങൾക്ക് തരണം. ആരോട് പറഞ്ഞു? ഭഗവാനോട്. ഭഗവാൻ എന്ത് ചെയ്തു? ഈ വാരുണീ ദേവിയെ ആസുരന്മാർക്ക് കൊടുത്തു. ആസുരന്മാര് കൊണ്ടുപോയി നല്ലോണം പരിപാലിച്ചു. ഇപ്പോഴും ഈ 2025 ആസുരന്മാര് വാരുണീ ദേവിയെ നല്ലോണം പരിപാലിക്കുന്നുണ്ട്. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള കാശ് കൊടുത്തില്ല വെച്ചാലും വാരുണിക്കുള്ളത് കൊടുക്കും. ഭാര്യയ്ക്ക് ഉടുക്കാനുള്ളതോ ഉണ്ണാനുള്ളതോ കൊടുത്തില്ല വെച്ചാലും വാരുണിക്കുള്ളത് കൊടുക്കും. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ നോട്ട് പുസ്തകമോ ടെക്സ്റ്റ് പുസ്തകമോ വാങ്ങി കൊടുത്തില്ല വെച്ചാലും വാരുണിക്കുള്ളത് കൊടുക്കും. ബാങ്കിലെ ലോണ് നേരെ അടച്ചില്ല വെച്ചാലും കടം വാങ്ങിയിട്ടെങ്കിലും വാരുണിക്കുള്ളത് കൊടുക്കും. കുറേശ്ശൊക്കെ മനസ്സിലാവണില്ലേ? അതൊക്കെ മതി.
അർത്ഥം മനസ്സിലാവണ്ടല്ലോ അല്ലേ? അങ്ങനെ അസുരന്മാരെപ്പോഴും വാരുണീദേവിയെ കൊണ്ടുപോയി പരിപാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അസുരന്മാരാരാണ്? അസുരന്മാരപ്പോൾ ആരാണ്? വൈകുന്നേരം ആകുമ്പോൾ കാണാം. പറയണ്ടട്ട് ആരോടും പറഞ്ഞാലോ ഹ്യോ അസുരൻ ആരാന്നൊക്കെ. കണ്ടിട്ടില്ലേ കുത്തി മറിഞ്ഞ് നടക്കണു വാരുണിയും കൊണ്ട് തുളത്തേറ്റിയിട്ട്, കഥയും ബോധവും ഇല്ലാതെ. അതാണ് വാരുണി ദേവി. അപ്പൊ അതോ പിന്നെ എന്താ ഉണ്ടായത്? പാലാഴി പിന്നെയും കടഞ്ഞു. അപ്പൊ അത് അസുരന്മാര് കൊണ്ടുപോയി. അസുരന്മാര് ആ വാരുണി ദേവിയെ കൊണ്ടുപോയ സമയത്ത് പിന്നെയും പാലാഴി കടഞ്ഞു. പിന്നെ പാലാഴി കടഞ്ഞപ്പം പാലാഴി എന്നൊരു വിശേഷം ഉണ്ടായി. എന്താ വിശേഷം എന്നറിയോ? അഥോ ദധേർ മധ്യമാനാൽ കാശ്യപൈരമൃതാർത്ഥിഭേ ഉദതിഷ്ഠൻ മഹാരാജ പുരുഷ പരമാത്ഭുതം ദീർഘപീവരദോർദണ്ഡ കമ്പുഗ്രീവോരുണേക്ഷണ ശ്യാമളസ്തരുണസ്രഗ്വീ സർവാഭരണഭൂഷിത പീതവാസാമഹോരസ്ക സുമൃഷ്ടമണികുണ്ടല സ്നിഗ്ധകുഞ്ചിതകേശാന്ത സുഭഗസിംഹവിക്രമ അമൃതാപൂർണകലശം ബിഭ്രൽ വലയഭൂഷിത സവൈ ഭഗവത സാക്ഷാൽ വിഷ്ണോരംശാംശസംഭവ ധന്യം ദരിരിതിഖ്യാത ആയുർവേദദൃഗ വിജ്യഭാഗ്. അതാ സുന്ദര സ്വരൂപത്തിൽ ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് അമൃതാപൂർണകലശം, അമൃത നിറഞ്ഞതായ അമൃതകുംഭം കയ്യിലേന്തിയിട്ട് ദേവന്മാരുടെ മുമ്പിലേക്ക് ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് പ്രത്യക്ഷമായിട്ട് അമൃതകലശം ദേവന്മാർക്ക് കൊടുത്തു. ദേവന്മാരെ അനുഗ്രഹിച്ചു. ദേവന്മാരെ അമൃതകുംഭം ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഭഗവാനെ ഇങ്ങോട്ട് തൊഴുതു, അനുഗ്രഹിച്ച് ആ ധന്വന്തരി മൂർത്തി പോയി. ധന്വന്തരി മൂർത്തി അങ്ങോട്ട് പോയി തിരിഞ്ഞപ്പോഴൊക്കെ അസുരന്മാരിങ്ങോട്ട് വന്നിട്ട് ദേവന്മാരുടെ കയ്യിലിരിക്കുന്ന അമൃതകലശം ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് പിടിച്ചു പറിച്ച് ഓടി. നമ്മൾ ഈ പട്ടാപ്പകല് മാല പൊട്ടിച്ചോടിയെന്ന് കേട്ടിട്ടില്ലേ? കേൾക്കല്ല, കണ്ടവരെന്നെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അതൊക്കെ സുലഭമാണ്, പൊട്ടിക്കലും ഓടലും ഒക്കെ. ശരിയല്ലേ? ഇത് ഓടൊന്നും വേണ്ട, നടന്നു തന്നെ പോവാ. അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? നല്ല ഉച്ച നേരത്ത് നല്ല വെയിലും വെളിച്ചമുള്ള സമയത്തൊക്കെ അങ്ങനെ ചെയ്തുന്ന്. അതേ ജാതിയിൽ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് പിടിച്ച് പറിച്ച് കൊണ്ടുപോയി ദേവന്മാരാണെങ്കിൽ അറ്റുനോറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയിട്ടുള്ളതായ അമൃത് നഷ്ടപ്പെട്ടപ്പോൾ വല്ലാതെ വിഷമിച്ചു, ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാനെ എന്ന് പറഞ്ഞു. ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ ദേവന്മാരോട് പറഞ്ഞു, ദേവന്മാരെ നിങ്ങൾ എന്തിനാ ഈ പേടിക്കണത്? ഈ വേവണത് വരെ ഇരുന്നില്ലേ, ഇനിയിപ്പം ഇവിടേക്കുണ്ടല്ലേ അത് ഈ വേവോളം ഇരുന്നോനെ 6 ഓളം ഇരിക്കാൻ വിഷമല്ലല്ലോ. അതിപ്പോൾ ഇത്തിരി നേരമല്ലേ വേണ്ടു, വേവണത് കുറേ അധികം നേരം വേണം. അപ്പം അതുകൊണ്ട് ഇത്തിരി നേരം കൂടി ക്ഷമിക്കോ, ഞാൻ നേരെയാക്കി തരാം എന്നിങ്ങോട്ട് പറയില്ല. അതുവരെ ഭഗവാൻ ഏത് രൂപത്തിലാണ് പാലാഴിയുടെ കരയിൽ കണ്ടത്? നമ്മൾ കണ്ടു. എന്താ? ശംഖചക്രഗദ പത്മവനമാല വിഭൂഷിതം നൂപുരൈർവിലസൽപാദം കൗസ്തുഭപ്രഭയായുതം ദ്വിമൽ കിരീടകടകടിസൂത്രംഗതായുതം സർവാംഗസുന്ദരം ഹൃദ്യം പ്രസാദ സുമുഖേക്ഷണം സുകുമാരം. ഈ സ്വരൂപല്ലേ നമ്മൾ കണ്ടത്? ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ആ രൂപം അങ്ങോട്ട് മാറ്റി വേറൊരു രൂപം അങ്ങോട്ട് ധരിച്ചു. എന്താ രൂപം എന്നറിയൂ? അതങ്ങോട്ട് മാറി കണ്ടാൽ മനസ്സിലാവില്ല. വേറെ ഇങ്ങോട്ട് എന്താ? സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താര നായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം വിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേൽ പരാം അംബികാം. ആ പരമാംബിക സ്വരൂപിണി ദേവീ സ്വരൂപം ധരിച്ചു. ആര്? ഭഗവാൻ സ്ത്രീ സ്വരൂപം ധരിച്ചേ മോഹിനിമായ, എന്താ പേര്? മോഹിനി. അങ്ങനെ ഈ മോഹിനിമായ സ്വരൂപം ധരിച്ച ഭഗവാൻ നേരെ അസുരന്മാരെ അമൃത് വെച്ച് ഉണ്ണാനായിട്ട് ഇരിക്കണം ദിക്കിലേക്ക് അങ്ങോട്ട് ചെന്നു. അവിടെ വെച്ചാൽ അസുരന്മാർ ഈ അമൃത് കൊണ്ടുപോയിട്ട് ആ നടക്കുള്ള പീഠത്തമ്പിൽ വെച്ചിട്ട് ഇവരെ അതിലിട്ടിരിക്കുക ഉണ്ണാനിരിക്കുന്ന സമയത്ത് ചെറിയൊരു ചെറിയ തർക്കം. എന്താ? ആര വിളമ്പണ്ടേന്ന്. ഒരുത്തൻ പറഞ്ഞു ഞാൻ വിളമ്പാന്ന്. മറ്റോ നീ വിളമ്പണ്ടെന്ന്. എന്നാൽ ഞാൻ വിളമ്പ, താനും വിളമ്പണ്ട. എന്നാൽ ഞാൻ വിളമ്പിയ താൻ വിളമ്പിയ തൻ്റെ ആൾക്കാർക്കല്ലേ വിളമ്പുള്ളൂ, വിളമ്പണ്ട. അങ്ങനെ ആരാര് വിളമ്പണ്ടെന്ന് തീരുമാനമായി. ആര് വിളമ്പുന്നു തീരുമാനമായില്ല. അതവിടെ ഒരു കശപിശ. ഇല്ലെങ്കിലും ഈ കക്കണ യോജിപ്പ് കട്ടത് ഭാഗിക്കുമ്പം ഉണ്ടാവുമോ? ഇല്ല. കക്കണത് നല്ല യോജിപ്പില്ല കക്കുക. കെട്ട് കഴിഞ്ഞാൽ അത് ഭാഗിക്കുമ്പോൾ ഉണ്ടാവണ യോജിപ്പ് അത്ര ഉണ്ടാവില്ല. പോലീസ് പിടിക്കുക കക്കുമ്പോഴല്ല. എപ്പോഴാ? കട്ടതൊന്നും പോലീസ് അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. കട്ടത് ഭാഗ്യം. താനല്ലേടോ പണ്ട് വടക്കേല നാരായണനാരുടെ വാഴക്കൊല കട്ടത്? നീയല്ലേ പണ്ട് മറ്റേ അമ്മുട്ടമ്മയുടെ കിണ്ടി കട്ടത്? അപ്പൊ എല്ലാ നാട്ടുകാർക്ക് മനസ്സിലായി ആരാ കട്ടത് എന്ന്.
തല്ലുകൂടി ഷണ്ട കൂടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളന്മാര് വിളിച്ച് പറഞ്ഞ ആരറിയും? നാട്ടുകാരറിയില്ലേ? അങ്ങനെ ആരറിഞ്ഞു? അതാ പണ്ടായത്. അപ്പൊ ഇവര് ഈ കട്ടത് ഭാഗിക്കുമ്പോഴുള്ള തർക്കേ. അപ്പൊ ഇവരിങ്ങനെ തർക്കിച്ചിരിക്കുമ്പോഴാണ് മോഹിനിമായ സ്വരൂപിണിയായിട്ടുള്ള ഭഗവാൻ ആ സ്ത്രീ സ്വരൂപം ധരിച്ചിട്ടേ ആ അസുര സഭയിലേക്ക് കയറി വന്നു. അസുര സഭയിലേക്ക് കയറി വന്ന ഭഗവാൻ ആ സഭയിലേക്ക് അങ്ങോട്ട് വന്നപ്പോഴേക്ക് മോഹിനിയല്ലേ സുന്ദരി സ്വരൂപിണി ഇങ്ങോട്ട് വന്നു. അസുരന്മാരിയ്ക്കണതിൻ്റെ നടക്കി കൂടി ഒന്ന് അങ്ങോട്ട് നടന്നു, ഒന്ന് ഇങ്ങോട്ട് നടന്നു. അസുരന്മാരെയൊക്കെ ഒന്ന് നോക്കി. അസുരന്മാരുടെയൊക്കെ തല ഇങ്ങനെ വിജാഗിരി പിടിപ്പിച്ച മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും വാതിലൊക്കെ തിരിയണുണ്ടല്ലേ, അതേ ജാതിയിൽ. അപ്പൊ മോഹിനി എന്ത് ചെയ്തു? ഒരുത്തനോടൊന്ന് ചിരിച്ചു. ചിരിച്ചോന്റെ ബോധം പോയി. അങ്ങനെ ഉണ്ടായത്. എന്തായാലും ചിരിച്ചുല്ലോ, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പിന്നെ ഈ മുണ്ടിന്റെ തലയുണ്ടല്ലോ, വേഷ്ടിത്തല, ആ വേഷ്ടിത്തലയോണ്ട് ഒരുത്തന്റെ തലയ്ക്ക് തട്ടി. ഇവനാണെങ്കിലോ മോഹാലസ്യപ്പെട്ട് വീണുപോയി. അങ്ങനെ തട്ടിയും മുട്ടിയും ചിരിച്ചും തോണ്ടിയും ഒക്കെ എന്ത് ചെയ്തു? ഇവരെ അങ്ങോട്ട് മയക്കി. അസുരന്മാരാണെങ്കിൽ സന്തോഷം കൊണ്ട് വയ്യ. അസുരന്മാരുടെ നേതാവ് മോഹിനിയോട് പറഞ്ഞു, സുന്ദരി സുന്ദരി, നീ വന്നത് വലിയ സന്തോഷമായി ഞങ്ങളൊക്കെ. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ വെച്ചാൽ നീ ഞങ്ങളൊക്കെ ഈ അമൃതം ഒന്ന് വിളമ്പി തരണം, സന്തോഷമാവും നാല് എന്ന് പറഞ്ഞു. ഈ മോഹിനി പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയരുത്, എന്നോട് അങ്ങനെ പറയാൻ പാടില്ല. എന്താ വെച്ചോ, ഞാനേ ഒരു വേശ്യാസ്ത്രീയാണ്, എന്നെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. ആര്? മോഹിനിമായ വേശ്യാസ്ത്രീ. അപ്പം ഇത് കേട്ടപ്പം ഈ അസുരന്മാര് പറഞ്ഞു, തന്നെ ഞങ്ങൾക്ക് വലിയ വിശ്വാസം, എന്നാലും നീ നേര് പറഞ്ഞൂല്ലോ, സത്യം പറഞ്ഞില്ലേ? നമ്മുടെ നാട്ടിൽ എന്താ പറയാൻ, സീതയാണ് സാവിത്രിയാണെന്നല്ലേ പറയുക. അത് നീ നുണ പറഞ്ഞില്ലല്ലോ, നീ ഉള്ള സത്യമല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് വിശ്വാസമായി, നീ എന്നെ വിളമ്പണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, വിളമ്പുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ വിളമ്പണതിന് വിരോധമൊന്നുമില്ല, പക്ഷെ എന്താ വെച്ചാലേ ഞാൻ വിളമ്പുമ്പോൾ അവിടെ കൂടി ഇവിടെ കുറഞ്ഞു, ഇവിടെ കൂടി അവിടെ കുറഞ്ഞു എന്നൊന്നും പറയരുത്. ഞങ്ങളൊന്നും പറയില്ല, താൻ വിളമ്പിയാൽ മതി. ഈ വല്ലോൻ വെച്ചാലും നല്ലോൻ, അങ്ങനെയാണല്ലോ പതിവ്. നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടിട്ടില്ലേ, ഈ ഹോട്ടലിലൊക്കെ പോയാൽ കാണാം അവിടെ വിളമ്പാൻ നിൽക്കണവൻ. ആ ഉടുത്തൊരുങ്ങി നിൽക്കാൻ നമ്മളൊക്കെ വെച്ചാൽ കീറി നാറിയത് നട്ടുച്ചയ്ക്ക് അല്ലേ, ആ ഊണിന്റെ കിണ്ണം കാണാച്ചിട്ട് ഓടുക ചെയ്യുക. അവിടെ വിളമ്പാൻ നിൽക്കണവനൊക്കെ ഇങ്ങനെ നിൽക്കണ്ട, നല്ല കിരീടമൊക്കെ വെച്ചിങ്ങനെ മാലയൊക്കെ ഇട്ടിട്ട് നല്ല വെളുത്തതൊക്കെ ചാർത്തി നമ്മൾ പണ്ടൊക്കെ കെട്ടി നിൽക്കുന്നത് കണ്ട നമുക്ക് രേശം കൂട്ടാൻ ചോദിക്കാൻ പേടിയാ. അവനോട് എന്താ കാരണം? ആ നിൽക്കണ നിപ്പൊക്കെ കണ്ടാല് നമ്മള് തുള്ളി തരുമെന്ന് അങ്ങനെയെന്ന്. അതാ എന്താ വെച്ചാൽ അങ്ങനെയെന്ന്. എന്നാൽ നമ്മളൊന്ന് കൈ കഴുകി കുലുക്കൊഴിഞ്ഞ് തൂപ്പാൻ അതിൻ്റെ ആ ഹോട്ടലിലെ പിന്നാക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത്, ഉണ്ടതും പണ്ടുണ്ടതും കുട്ടിക്കാലത്ത് കുടിച്ചത് വരെ എന്ത് ചെയ്തു പറഞ്ഞിങ്ങോട്ട് പോകുന്നു. എന്താ കാരണം? എന്തെങ്കിലും ആവട്ടെ, നമ്മളാരെയും കുറ്റം പറയണില്ല. ഇതൊക്കെ അനുഭവിച്ചവരൊക്കെ ഉണ്ടാവില്ലേ? അതാ പറഞ്ഞത്, വല്ലോനാണെങ്കിലും നല്ലവൻ. ആ വിളമ്പുമ്പൊക്കെ നല്ല കേമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പം താൻ ഇപ്പം ഇങ്ങോട്ട് വിളമ്പിയാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് രസാവൂലോ എന്നും പറഞ്ഞു. ശരി, ഒരു ഓട്ടുചട്ടക്കം കിട്ടിയിച്ചാൽ വിളമ്പാറന്നോ? ആര് പറഞ്ഞു? മോഹിനി. ആരോ അടുക്കളയിൽ നിന്ന് ഒരു ഓട്ടോട്ടം കൊണ്ടുകൊടുത്തു. ഇപ്പൊ വിളമ്പാനായിട്ട് പുറപ്പെടുമ്പോ ആ കൂട്ടത്തില് രാഹു എന്ന് പേരായിട്ട് ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഇവൻ എണീറ്റിട്ട് പറഞ്ഞു, അസുരന്മാരെ, നിങ്ങളൊക്കെ പരിഭ്രമിച്ചിരിക്കുകയാണ്. ഇവള് സുന്ദരിയൊന്നും അല്ല കേട്ടോ, മോഹിനിമായാണ് ഇവളെന്താ വെച്ചാൽ ഇവള് വിഷ്ണുവാണ്, വേഷം മാറി വന്നതാണ്. നമ്മുടെ അസുരന്മാരുടെ കയ്യിൽ നിന്ന് അമൃതം മോട്ടിച്ചുകൊണ്ടുപോവാനേ വേഷം കെട്ടി വന്നതാണ്. കൊടുക്കണ്ട കേട്ടോ, കൈ കൊടുക്കണ്ട, അവള് കൊണ്ടുപോകും, സൂക്ഷിച്ചോളൂ, അബദ്ധം പറ്റും, വിഡ്ഢിത്തം, അവള് ചിരി കണ്ട് മയങ്ങണ്ട. ആര് പറഞ്ഞു? രാഹു പറഞ്ഞ്. അപ്പം നമ്മുടെ അസുരന്മാരുടെ നേതാവ് ഇങ്ങോട്ട് എണീറ്റിട്ട് എന്ത് ചെയ്തു? രാഹുവിന്റെ അടുത്തേക്ക് ചെന്ന് കൈ ഇങ്ങോട്ട് വലിച്ച കിട്ടത്ത് പൊട്ടക്കാൻ വന്നതാണ് പൊട്ടിച്ചു. രസം പിടിച്ചിരിക്കുമ്പോൾ അവന്റെ വക. ഇവനാണെങ്കിൽ ഈ അണ്ണാക്കിലുള്ള പല്ല അവിടെ ഉണ്ടാവൂലോ, മിറ്റത്തുള്ളത് പെറുക്കി മടിയിൽ വെച്ച് ആര് പോയി? രാഹു പോയി. നിങ്ങളായി, നിങ്ങളുടെ പാടായി എന്ന് രാഹു ഇറങ്ങിപ്പോയി. അപ്പോഴേക്ക് ഈ മോഹിനിമായ ഒന്നും കൂടി നോക്കി, ഒന്നും കൂടി ചിരിച്ചു. പറയണ്ട, മോഹിനിമായ പറഞ്ഞു അസുരന്മാരോട് പറഞ്ഞു, അസുരന്മാരെ എനിക്ക് നിങ്ങളെ അങ്ങോട്ട് ഇഷ്ടായി എന്ന് പറഞ്ഞു. അസുരന്മാരുടെ കാര്യം കഷ്ടായി, എന്ത് ചെയ്യും, സഹിക്ക വയ്യ അവർക്ക്, അങ്ങനെ അത്രയ്ക്ക് രസമായിപ്പോയി. അപ്പൊ മോഹിനി പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ വെളിയഴിക്കണം എന്നൊക്കെ കലശലായിട്ട് മോഹമുണ്ട് പറഞ്ഞു. അസുരന്മാർക്ക് തോന്നി, ഇനി എന്താ അമൃത്? ആർക്ക് വേണത്? ഏത് അമൃത്? ഈ പറഞ്ഞ വർത്തമാനം കേൾക്കണ രസമുള്ള അമൃത് പോലെ അമൃതാണ് അപ്പൊ ഈ വിളമ്പണ അമൃത്. സന്തോഷായി. അപ്പൊ ചോദിച്ചു, മോഹിനിയെ ആരെയപ്പം നീ വെള്ളിഴിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തില്? അതപ്പോ എല്ലാരെയും ഒന്നും കഴിക്കില്ല, നിങ്ങളുടെ കൂട്ടത്തിലേ നല്ലോണം ക്ഷമയുള്ളവനെ വെള്ളിഴിക്കുള്ളൂ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എങ്ങനെയാ നീ ഞങ്ങളുടെ ക്ഷമ കണക്കാക്കുക ചോദിച്ചു. എല്ലാരും കണ്ണടച്ചിരുന്നോളൂ, ഒടുക്കം കണ്ണ് തുറക്കണോന് വിവരമില്ലെങ്കിലും ക്ഷമ ഉണ്ടാവൂലോ എന്നും പറഞ്ഞു. ആദ്യത്തേത് കുറച്ച് കുറഞ്ഞാലും കല്യാണം കഴിക്കുമ്പോൾ മറ്റേത് കുറച്ച് ഉണ്ടായാൽ മതി. ഏത് വിവരല്ല ക്ഷമ.
ആ ക്ഷമ നല്ലോണം വേണ്ടി വരും. എനിക്ക് സഹിക്കില്ല 2 ദിവസം കൊണ്ടൊക്കെ വേറെ ഇല്ലെങ്കിൽ ക്ഷമയില്ലെങ്കിൽ. ഇതെന്താ വെച്ചാൽ അതുകൊണ്ട് എന്നാ ആയിക്കോട്ടെ എല്ലാവരും അങ്ങോട്ട് കണ്ണടച്ചോളൂ. പറ്റോളം അങ്ങോട്ട് മത്സരിച്ച് കണ്ണടച്ചു. ആസുരന്മാര് കണ്ണടച്ചപ്പോൾ എന്താണ്ടായി യേശുണ്ട് പറ്റുള്ളൂ. കുറച്ച് ദിവസമായില്ലേ പാലാഴിയിൽ രാവും പകലും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നു. ഊണും നേരെയല്ല, ഉറക്കം നേരെയല്ല, ഒന്നും തജ്ജും തരം നേരെയല്ലല്ലോ, ഒക്കെ താളം തെറ്റിയിട്ടല്ലേ. അതുകൊണ്ട് പറ്റോളം കേട്ടോ ഉറങ്ങാൻ ഈ ഇതിനെ കണ്ണടച്ചപ്പോഴേക്ക് തന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഒക്കെ. പക്ഷെ നമ്മൾ 2-3 ദിവസം ഉറക്കത്തിന്റെ ക്ഷീണം ഉണ്ടായി വെറുതെ കണ്ണടച്ചാൽ എന്താ ഉണ്ടാവുക? നാട്ടുകാരൊക്കെ അറിയും ഇല്ലേ? ഉറങ്ങിപ്പോവില്ലേ? അതന്നെ ഉണ്ടായത്, ഉറങ്ങിപ്പോയി. ഇവരുറങ്ങി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്താണ്ടായി വെച്ചാൽ ഇവർ ഉറങ്ങിയപ്പം മോഹിനിമായ അമൃതകുംഭായിട്ട് നേരെ ദേവന്മാരെ അമൃതം ഉണ്ണാനിരിക്കണം ദിക്കിലേക്ക് പോകുന്നു. ദേവന്മാരാ ചില അവിടെ കുളിയും ദേവാരൊക്കെ കഴിഞ്ഞ് ഇലയിട്ട് ഉണ്ണാനിരിക്കുക. അസുരന്മാര് പിന്നെ ഇത് ഉണ്ടാലും കുളിക്കാലോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ചെറിയൊരു വ്യത്യാസം. ദേവന്മാരെ അസുരന്മാരും നമ്മൾ ചെറിയൊരു വ്യത്യാസം. മനസ്സിലായില്ല? തിരക്കിലല്ലേ? അതെ, കുറേശ്ശൊക്കെ മനസ്സിലാക്കണതേ. അതായത് ദേവന്മാര് കുളിയും ദേവാരൊക്കെ കഴിഞ്ഞ് ലേശവും അമൃത് കഴിക്കാന്ന് പറഞ്ഞിരുന്നപ്പോ അസുരന്മാരാണെങ്കിൽ ദുണ്ടാനും കുളിക്കാലോ. പണ്ട് ഉണ്ണി പറഞ്ഞില്ലേ, ഉണ്ണി പല്ല് തേച്ച് വരൂ, ദോശ കഴിക്കുക, എത്ര നേരമായി ഇത് പറഞ്ഞു. അമ്മേ ദോശ വിളമ്പിക്കോളൂ, പല്ലാവനവൻ്റെ അല്ലേ എന്നാ ചോദിച്ചത്. സൗകര്യം പോലെ തേച്ചാ പോരെ. പിന്നെ എന്താ നാട്ടുകാരെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനത്തെ നാടല്ലേ? ആലോചിച്ചോക്കോ. ഇവിടെ ഏതാ പറഞ്ഞത്? എന്താ ഇപ്പൊ പറയണ്ടോ? അങ്ങനെ ദേവന്മാർക്ക് അമൃത് വിളമ്പി ഭഗവാൻ വിളമ്പിയും കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്കൊരു സംഗതി ഉണ്ട്. നമ്മുടെ രാഹു ഇല്ലേ, ഇവിടുന്ന് ഇറങ്ങിപ്പോയ രാഹു എവിടേക്കാ പോയെന്നറിയോ? എവിടേക്കാ പോയേ? ദേവന്മാരുടെ അടുത്തേക്കല്ല പോയത്, ദന്ത ഡോക്ടറുടെ അടുത്തേക്കാ പോയത്. അവിടെ ചെന്നു ആ കോന്തറമ്പല്ലൊക്കെ മാറ്റി നല്ല മുല്ലമുട്ട് പോലെ 2 വരി അങ്ങോട്ട് വെച്ചു ഗംഭീരമായിട്ട്. എന്നിട്ട് അവിടുന്ന് എവിടേക്കാ പോയെന്നറിയോ? നേരെ ദേവന്മാരുടെ അടുത്തേക്കോ? അല്ല, ബ്യൂട്ടി പാർലറിലേക്ക്. അവിടെ ചെന്നിട്ട് ഈ അസുരന്മാരുടെ മട്ടുമാതിരിയൊക്കെ അങ്ങോട്ട് മാറ്റി ദേവന്മാരുടെ ജാതിയിൽ തട്ടുകൊടുത്തു, പൂമാലയൊക്കെ ചാർത്തി, ആ മറ്റേ ജാതി ഇതൊക്കെ കൊമ്പമീശും കൊമ്പൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല ദേവന്മാരെ പോലെ മഞ്ഞയൊക്കെ ചിറ്റി കൊടുത്തിട്ട് ഗോപിക്കുറിയൊക്കെ ചാർത്തി നല്ല ഒന്നാന്തരം കിരീടമൊക്കെ വെച്ചിട്ട് ദേവന്മാരെ പോലെയുള്ള നോട്ടും ദേവന്മാരെ പോലെയുള്ള നടത്തും. ദേവന്മാര് നടക്കും പോലെയൊക്കെ നടക്കണം. ദേവന്മാര് ചിരിക്കും പോലെ ചിരിക്കലും. അതെന്താ? അസുരന്മാരുടെ ചിരി എങ്ങനെയാണെന്നറിയോ? അസുരന്മാരുടെ പുഞ്ചിരി പറഞ്ഞുതരാം. വലിയ ചിരിയൊക്കെ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് കൂട്ടിയാൽ മതി, ഇവിടുന്ന് കൂട്ടരുത്. നമ്മൾ 1000 മീറ്റർ സമം 1 കിലോമീറ്റർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ അളവ് പിടിച്ചാൽ മതി. ഇവിടുന്ന് പിടിച്ചാൽ ചിലപ്പോൾ വയ്യേണ്ടി പോകും. അതുകൊണ്ടാണ് അർത്ഥം. മറ്റുകളുടെ പുഞ്ചിരി, അസുരന്മാരുടെ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവോ നിശ്ചയില്ല. നമ്മുടെയൊക്കെ പണ്ടൊക്കെ നമ്മുടെ ഈ 2 പറ നെല്ല് പുഴുങ്ങണ വലിയ പീച്ചളച്ചമ്പില്ലേ, വല്യമ്മമാർക്കൊക്കെ ഇഷ്ടമുണ്ടാവും. ചെറുപ്പക്കാർക്ക് എന്ത് നെല്ല് പുഴുങ്ങുക. പണ്ടൊക്കെ കൊയ്ത്തൊക്കെ ധാരാളം ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ കുടുംബത്തിലത്തൊക്കെ വലിയ ചെമ്പല് നെല്ല് പുഴുങ്ങില്ലേ, വലിയ 2 പറ 3 പറ നെല്ലൊക്കെ പുഴുങ്ങണം, വലിയ പിച്ചളച്ചെമ്പില്ലേ. ഇപ്പൊ കൃഷിയൊക്കെ നിന്നപ്പോ നമ്മളെ പിച്ചളച്ചെമ്പ് മാളികമ്മയ്ക്ക് കയറ്റിയില്ലോ, ഓർമ്മയില്ലേ അതൊക്കെ? 2 പറ നെല്ല് പുഴുങ്ങണം വലിയ പിച്ചളച്ചെമ്പ് 3-ാം നിലയുടെ മുകളിൽ മുറ്റത്തേക്ക് ഉരുട്ടിയിട്ടാ എങ്ങനെ ഉണ്ടാവും? ഇന്ന് വൈകുന്നേരം പോയി ഉരുട്ടാനൊന്നും നിൽക്കണ്ടിട്ട്, ചെമ്പൊക്കെ അവിടെ ഇരുന്നോട്ടെ, പഴയ ചെമ്പാണ്. ആ വലിയ വട്ടച്ചെമ്പ് മുറ്റത്തേക്ക് ഉരുട്ടിട്ടാൽ ഉണ്ടാവണ മാതിരി ഉള്ളതാണ് അസുരന്മാരുടെ പുഞ്ചിരി. എന്ത് ചിരി? പുഞ്ചിരി. അപ്പൊ വലിയ അട്ടഹാസമൊക്കെ പിന്നെ വീട്ടിൽ പോയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അതിന്റെ അളവ് ഇത് പിടിച്ചിട്ട് അളവ് അത് പിടിക്കുക. അതൊക്കെ മാറ്റി ദേവന്മാരെ പോലെ നല്ലോണം പുഞ്ചിരിക്കുക. പിന്നെ മാത്രല്ല ദേവന്മാര് നടക്കും പോലെ ആനനട. എന്ത് നട? ആനനട ഉണ്ടല്ലേ? ആന നടക്കുന്നുണ്ടല്ലേ? ഒരു വലിയ ചന്ത ആന നടക്കുന്നത് കാണാം. അടുത്തേക്കൊന്നും പോകണ്ട കേട്ടോ. പിന്നെ നമ്മളെ നടത്തിച്ചുകൊണ്ടോ ചന്തത്തിൽ നോക്കുക ആൾക്കാർ വിലങ്ങനെ മുണ്ട് പൊച്ചിട്ട്. കണ്ടില്ലേ? ആനയുടെ പിന്നാക്ക പോയി നിൽക്കണോ ചെയ്യും. ദൂരേന്ന് ആന നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നടത്തം അന്നനട എന്ന് കേട്ടില്ല? അരയന്നങ്ങളൊക്കെ നടക്കുന്നത്. ദേവന്മാരുടെ നട എങ്ങനെയാ? അസുരന്മാര് കാക്ക നട അങ്ങനെ ചാടിയിട്ട് കാക്കാണ്ടല്ലേ ചാടി നടക്കണം. അതൊക്കെ മാറ്റി അങ്ങനെ ദേവന്മാരുടെ സമ്പ്രദായത്തിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. എന്നിട്ട് രാഹു നേരെ പോയത് ദേവന്മാര് അമൃതം ഉണ്ണണ സഭയിലേക്ക് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ മെറ്റൽ ഡിറ്റക്ടറും ഒക്കെ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി നുഴഞ്ഞാര് കയറി? രാഹു കയറി. നോക്കുമ്പം ദേവന്മാരിങ്ങനെ നിരന്നിരിക്കുക, ഒരു പഴുതില്ല. നോക്കിയപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയ്ക്ക് ലേശം ഒഴിവുണ്ട്. സൂര്യനും ചന്ദ്രനും ദേവന്മാരാണല്ലോ, അപ്പോൾ അവർ രണ്ടാളും പലകെട്ട് ഉണ്ണാനിരിക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു പഴുത് കണ്ടപ്പം നമ്മുടെ രാഹു അവിടെ പോയിട്ടൊരു വാല് മുറിഞ്ഞ രാവണ പലകയും കിട്ടിയ പകുതി കീറിയ എലയും, നല്ല പലകയും നല്ല എലിയൊക്കെ എല്ലാവരും കൊണ്ടുപോയി കൊടുക്കുക. ആ മൂലയിൽ കിടക്കുന്ന ഒരു വാല് മുറിഞ്ഞ ആവണ പലക ഉണ്ടായിരുന്നു, ഒരു കീറിയ വക്ക് കീറിയ ഒരു ഇല ഉണ്ടായിരുന്നു. കിട്ടിയതായി എന്ന് പറഞ്ഞത് കൊണ്ടുപോയി സൂര്യൻ്റെയും ചന്ദ്രനും നടുക്കിട്ട് അവിടെ ഇങ്ങോട്ട് ഇരുന്നു. ഇരുന്നപ്പോൾ തന്നെ രാഹു വന്ന് നിലത്തി ഇരുന്നപ്പോൾ അവിടെ ഇവരുടെ ഇടയിൽ ഇരുന്നപ്പോൾ തന്നെ സൂര്യനും ചന്ദ്രനും സംശയണ്ടേ. സൂര്യൻ ഇങ്ങനെ മുമ്പിലിരിക്കണോട് ചോദിച്ചു, അപ്പൊ
ചന്ദ്രനും തന്നെ നമുക്കപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഇടയ്ക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിരുന്നാൽ പിന്നെ നമുക്ക് ഒരു സ്വൈരം ഉണ്ടാവില്ല. അദ്ദേഹം നമ്മളെ തൊടണമൊന്നുമില്ല, എന്നാലും നമുക്കിങ്ങനെ ചോദിക്കാനും വയ്യ. അങ്ങനല്ലേ വല്ലാത്തൊരു വൈഷമ്യം. അതെ, സൂര്യന് ചോദിക്കാൻ വയ്യല്ലോ. സദ്യ ഉണ്ണാൻ വന്ന ആളോട് താൻ ആരാ, എവിടുന്നാ വന്നത്, തന്നെ ക്ഷണിച്ചുവാ നമുക്ക് ചോദിച്ചാൽ രണ്ടാന്തരല്ലേ, ചോദിക്കാനും വയ്യ. അതല്ലാണ്ട് നിവൃത്തിയില്ല അറിയാൻ. അങ്ങനെ സൂര്യനും ചന്ദ്രനും പരിഭ്രമിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ വിളമ്പി 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 സൂര്യന്റെ ഇലയിൽ വിളമ്പി. സൂര്യന്റെ ഇലയിൽ വിളമ്പി. അടുത്ത ഇല ആരുടെയാ? രാഹുവിന്റെയാണ്. ഈ രാഹുവിന്റെ ഇലയിലേക്ക് വിളമ്പാൻ അമൃതം ഇങ്ങോട്ട് കോരി പിടിച്ചപ്പോഴാണ് സൂര്യൻ ഭഗവാനെ വിളിച്ചു. അപ്പൊ ഭഗവാൻ ചോദിച്ചു, എന്താടോ എന്ന്. അപ്പൊ സൂര്യൻ പറഞ്ഞു, ഇവനെ എന്ന് നോക്കണേന്നാ പറഞ്ഞു. ഭഗവാൻ ആ ഈ വിളമ്പണ ധൃതിയിലെ സൂര്യന്റെ ഈ ഗോഷ്ഠി കണ്ടപ്പോ ഭഗവാൻ നിരീക്ഷിച്ചു, ഈ അമൃത് കഴിച്ച അപസ്മാരം ഉണ്ടാവും. അറിയില്ല, ചിലപ്പോ ആദ്യമായിട്ടൊക്കെ ഓരോന്നുണ്ടാവുമ്പോ അങ്ങനെ അപസ്മാരത്തിന്റെ അസ്കതയുള്ളവർക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുകയെ. അതേയിരിക്കും നിരീക്ഷിച്ചു. രണ്ടാമത് വീണ്ടും ഇങ്ങോട്ട് കോരിയേ. രണ്ടാമത് വീണ്ടും കോരി പൊട്ടുചട്ട കാണല്ലോ, പരന്ന തലയില്ലേ അതിന്റെ. അപ്പൊ അതിന്റെ വക്കുമ്പോൾ ഒരു തുള്ളി അവിടെ വീണു, രാഹുവിന്റെ ഇലയിൽ വീണു. രാഹു വെച്ചാൽ അപ്പോഴേക്ക് ആ ഇല 4 ആയിട്ട് മടക്കി, 8 ആയിട്ട് മടക്കി, 16 ആയിട്ട് മടക്കി, 38 ആയിട്ട് മടക്കി. ഗോരോചനാദി ഗുളിക മിണുങ്ങുമ്പോൾ അങ്ങോട്ട് മിണുങ്ങി. ഫലത്തിലൊരു തുള്ളിയാണെങ്കിൽ ആരും കഴിച്ചു അമൃത്. അത് തൊട്ട് നക്കിയാൽ ചിലപ്പം കുറച്ച് കുറയണ്ട വെച്ചിട്ടാണ് ഇലയോടെ മുഴുങ്ങിയതാ. അങ്ങനെ രാഹുവും കഴിച്ചു എന്ന് പറയുക. ഒന്നും പറയണ്ട, എന്തേ ഇപ്പൊ പറയണ്ടു. അങ്ങനെ ഇതൊക്കെ അമൃതൊക്കെ രാഹു കഴിച്ചിരിക്കുമ്പം ഭഗവാൻ എന്താ ചെയ്തു? അപ്പൊ വീണ്ടും ഇങ്ങനെ എടുക്കാൻ പുറപ്പെടും. ചന്ദ്രൻ എന്ത്, ഭഗവാന് കാര്യം മനസ്സിലായില്ല എന്ന് ചന്ദ്രൻ എന്ത് ചെയ്തു? ചന്ദ്രൻ പറഞ്ഞു, വിളിച്ചു. എന്താടോ ചോദിച്ചു. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, ഭഗവാൻ വിചാരിച്ചു അപസ്മാരം അങ്ങനെ പകർച്ചവ്യാധിയായിട്ട് കേട്ടിട്ടില്ല, എന്താന്ന് മനസ്സിലാവില്ല. ഇവര് രണ്ടാളും കൂടി ഇങ്ങനെ ഒരിക്കലേക്ക് ഒരുത്തൻ ഇങ്ങടും മറ്റോ ഇങ്ങടും. അപ്പം ഭഗവാൻ ഒന്ന് വെറുതെ നോക്കിയതാ. താൻ ഇവിടെ ഉണ്ടല്ലേ. നമ്മളിപ്പോ വിളമ്പുമ്പോ ഉണ്ണാനിരിക്കണവന്റെ സൗന്ദര്യം നോക്കിയിട്ടാ വിളമ്പുക. ആളെയൊന്നും നോക്കില്ല. നമ്മളിങ്ങനെ കുട്ടികളാണോ മുതിർന്നവരാണോ എന്നൊക്കെ ഒന്ന് നോക്കും. പിന്നെ ആകൃതിയും കൂടി നോക്കും. കുറച്ചൊക്കെ ആകൃതിയുള്ള ഇത്തിരി അധികം ഉണ്ണണ ആളാ തോന്നി നമ്മൾ ലേശം വിളമ്പോ ഇങ്ങനെയുള്ളവരെ കണ്ടാൽ ചിലപ്പോൾ ഇത്തിരിയെ വിളമ്പുള്ള അയാളാവും ചിലപ്പം കുറെ അധികം ഉണ്ണ. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ചെയ്യും. കുറച്ചധികം വേണ്ടവർക്ക് ഒന്ന് കണക്കാക്കി അധികം കൊടുക്കും. കുറേശ്ശെ മതിയാവുമെന്ന് തോന്നുന്നവർക്ക് കൊടുക്കും. പിന്നെ വീണ്ടും ചോദിച്ചാൽ വീണ്ടും കൊടുക്കും. കുട്ടികളൊക്കെ ആകുമ്പോൾ ലേശം കുറേശ്ശെ വിളമ്പും. എന്താ പിന്നെ വിളമ്പാൽ ലേശം കൊണ്ടേ കളയില്ലേ. അങ്ങനെയൊക്കെ അല്ലേ. അല്ലാതെ ഉണ്ണണോന്റെ ജാതിയും മതവും വയസ്സും പ്രായവും നാടും ഒക്കെ ചോദിക്കുക. അതൊന്നും നോക്കില്ല. ഭഗവാനെ നോക്കിയില്ലേ. ഈ രാഹു ഇവിടെ വന്നിരിക്കുന്നത് കണ്ടപ്പം ഭഗവാന് തോന്നി ഇത് നല്ല സമ്പ്രദായമല്ലല്ലോ. ഭഗവാൻ തന്റെ ചക്രായുധം അങ്ങോട്ട് സ്മരിച്ചു. അത് രാഹുവിന്റെ നേരെ അങ്ങോട്ട് അയച്ചു. രാഹുവിന്റെ കഴുത്തിന് അങ്ങോട്ട് കൊണ്ടേ രാഹു 2 കഷ്ണായി. പക്ഷെ ചത്തില്ല. എന്തേ കാരണം? അമൃത് കഴിച്ചത് കാരണേ ചത്തില്ലവനെ. ഇവനാണെച്ചാലോ ദേഷ്യം അങ്ങോട്ട് കലശലായി. ഇവൻ നട്ട രാഹു ഇവിടുന്ന് പോണ സമയത്ത് എന്താ ചെയ്തു? സൂര്യനോടും ചന്ദ്രനോ അടങ്ങാത്ത പക. സൂര്യനും ചന്ദ്രനാണല്ലോ പണി പറ്റിച്ചത്. എന്താല്ലേ, സൂര്യന്റെയും ചന്ദ്രന്റെയും നേരെ നോക്കി. നമ്മുടെ ഈ അങ്ങാടിത്തല്ലേരം ഗുണ്ടയെ പോലീസ് പിടിച്ച് ജീപ്പിലിട്ട് കൊണ്ടുപോകുമ്പോൾ ഗുണ്ട പോലീസ് ജീപ്പിന്റെ കമ്പിയുമ്പോൾ തൂങ്ങി നാട്ടുകാരെ നോക്കിയിട്ട് പറയില്ലേ, എടാ എന്നെ ഏമാനൊന്ന് വിട്ടോട്ടെ, എന്നെയൊക്കെ ഞാൻ പിന്നെ കണ്ടോളാന്ന്. നാട്ടുകാരെ ഭീഷണിപ്പെടുത്തില്ലേ പോലീസിന്റെ ജീപ്പിൽ നിന്ന് ഈ ഗുണ്ട. അതേ ജാതിയിൽ ഈ രാഹു പോണ സമയത്ത് പറഞ്ഞു, എടാ സൂര്യ, എടാ ചന്ദ്ര, നിന്നെയൊക്കെ ഞാൻ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആര് പോയത്? രാഹു പോയത്. നോക്കിക്കോളൂ, ഇപ്പോഴും നമ്മുടെ ഈ രാഹു സൂര്യനെയോ ചന്ദ്രനെയോ വളവിൽ വെച്ച് ഒറ്റയ്ക്ക് കിട്ടിയാൽ അപ്പം പിടിച്ച് മുഴുങ്ങിയിട്ട് കാര്യമില്ല. ഇവിടെ ഒട്ട ആയതുകൊണ്ട് അത് അങ്ങോട്ട് പോകും. എന്നാലും മുഴുങ്ങും. കണ്ടതിക്കുന്നൊക്കെ മുഴുങ്ങും, വീണ്ടും മുഴുങ്ങും, ഇത് അങ്ങോട്ട് പോകും. അങ്ങനെ സൂര്യനെ മുഴുങ്ങണേനെയാണ് എന്താ പറയുന്നത്? സൂര്യഗ്രഹണം എന്നും പറയും. ചന്ദ്രനെ മുഴുങ്ങണേനെയാണ് എന്താ പറയുന്നത്? ചന്ദ്രഗ്രഹണം എന്നും പറയും. അങ്ങനെ ഈ രാഹു ഒരു പാപഗ്രഹമായിട്ട് തീർന്നു എന്ന് പറയും. ഭഗവാനാണെങ്കിലോ അമൃത് കൊണ്ടുവന്ന് ദേവന്മാർക്ക് വിളമ്പി കൊടുത്തു. ദേവന്മാരെല്ലാവരും അമൃതൊക്കെ കഴിച്ചു സന്തോഷിച്ചു. ദേവണ്ടായത് പരീക്ഷത്തെ മനസ്സിലായോ? അതാ പറഞ്ഞത്. എന്ത്? ഏവം സുരാസുരഗണാഃ സമദേശകാലഹിത്വർത്ഥകർമ്മമതയോപി ഫലേ വികൽപാഃ തത്രാമൃതം ഫലം തത്രാമൃതം. എന്തപ്പണ്ടായത്? ഏവം ഇങ്ങനെ പറയുമ്പം ദേവന്മാരും അസുരന്മാരും ഒരേ ദേശത്ത് ഒരേ കാലത്ത് ഒരേ ഉദ്ദേശത്തോടു കൂടി ഒരേ പ്രവൃത്തി ഒരുമിച്ച് ചെയ്തവരാണ് ആര്? കേൾക്കണില്ലേ പറയുന്നതൊക്കെ?
ദേവന്മാരും അസുരന്മാരും ഒരേ ദേശത്ത് ഒരേ കാലത്ത് ഒരേ ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരേ പ്രവൃത്തി ഒരുമിച്ച് ചെയ്തവരാണ്. എന്നിട്ടും തത്രാമൃതം സുരഗണ ഫലമഞ്ജസാബു യൽ പാദപങ്കജരജശ്രയണാൽ ദൈത്യാഹ. അതില് ദേവന്മാർക്ക് ഫലം അമൃത എന്നുള്ള ഫലം കിട്ടി, അസുരന്മാർക്ക് കിട്ടിയില്ല. അധ്വാനം മാത്രമേ ഉണ്ടായുള്ളൂ. എന്താ കാരണം? ദേവന്മാര് യത് പാദപങ്കജരജശ്രയണാൽ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചു, അസുരന്മാരെ ആശ്രയിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും യത് യുജ്യതേ അസു വസു കർമ്മ മനോവചോഭിർദേഹാത്മജാദിഷോ നൃഭിസ്തദസൽ പൃഥക് ദ്വാൽ തൈരേവ സദ്ഭവതി യത്ക്രിയതേ പൃഥക് ദ്വാൽ സർവസ്യ തദ്ഭവതി മൂലനിഷേചനം യൽ. നമ്മൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ എന്തെന്ത് പ്രവൃത്തി ചെയ്യണോ ആ ചെയ്യണതൊക്കെ ആരാണോ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യണത് അതിന് ഫലം ഉണ്ടാവും. അല്ലാത്തതുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടാവുന്നത്? അസുരന്മാർ ചെയ്താൽ മതി ഉണ്ടാവുള്ളൂ, ഫലം ഉണ്ടാവില്ല. എന്ത് ചെയ്യുമ്പോൾ ഈശ്വര സമർപ്പണ ഭാവേന ചെയ്യുന്നാ പറഞ്ഞത്. അങ്ങനെ ഏതോ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ ചോദിച്ചാൽ, ദേവന്മാരെ അമൃത് കഴിച്ചു, നല്ല ശക്തന്മാരായി. അസുരന്മാർക്ക് അച്ഛാ ശക്തി ഉണ്ടായതുമില്ല. അസുരന്മാർക്ക് വേറൊരു ബുദ്ധിമുട്ട് ഇപ്പം എന്താ ഉണ്ടായി? അസുരന്മാരൊന്നും ഇപ്പൊ പുറത്തിറങ്ങാണ്ടി അങ്ങാടിക്കൊന്നും പോകില്ല. എന്താ കാരണം? അങ്ങാടി ചെന്നാൽ ചോദിക്കും, എടോ അസുര എന്താവോ, എടോ അമൃതം എങ്ങനെയാ പോയത്? അതൊരുത്തി വന്ന് ചിരിച്ച് കൊണ്ടുപോയി. ചിരി കണ്ടപ്പോഴേക്ക് മയങ്ങിയില്ലേ? മയങ്ങിപ്പോയി. വലിയ നാണക്കേടായി. എന്താ? യുദ്ധത്തിൽ തോറ്റു അല്ലെങ്കിൽ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്നിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സുണ്ട്. ഏതോ ഒരുത്തി വന്ന് ചിരിച്ച് മയക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സില്ല ഇല്ലേ അതില്? അയ്യയ്യേ, ഇത് കാരണം നാണക്കേടായി ആർക്ക്? അസുരന്മാർക്ക് വലിയ നാണക്കേടായി. ഈ നാണക്കേട് ഉണ്ടായി എന്താ ഉണ്ടാവുക എന്നറിയൂ? നാണക്കേട് ആദ്യമൊക്കെ നാണക്കേടായിട്ടിരിക്കും. ആ നാണക്കേട് കുറച്ച് കഴിഞ്ഞാൽ ഉള്ളി കിടന്നിങ്ങനെ പകയാവും. എന്താവും? നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സഭയിൽ വെച്ച് നാണം കെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് എന്തുണ്ടാവും? പിന്നെ പകയുണ്ടാവും, ദേഷ്യവും പകയുണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതുകൊണ്ടാണ് ആരെയും അപമാനിച്ച് സംസാരിക്കരുത്, പറയരുത്. ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോയി കിട്ടില്ല. ഈ പറയണേ ആ ഒരു നാണക്കേടിന്റെ സഭയിൽ വെച്ചിട്ട് ഇവിടെ ഈ അസുരന്മാരുടെ ഈ നാണക്കേട് എന്താണ്ടായെന്നറിയൂ? അവർക്ക് ദേഷ്യ സഹിക്കുക വയ്യേണ്ടി, ശക്തി കുറവാണ് പാർക്ക് അസുരന്മാർക്ക്. ദേവന്മാർക്കാണെങ്കിലോ അവരമൃതമൊക്കെ കഴിച്ചിങ്ങനെ രാവിലെ വൈകുന്നേരം അയമേ ബോയ് എന്ന് പറഞ്ഞ് നടക്കുക. ആര്? നല്ല ബലത്തില്. അപ്പോഴാണ് അസുരന്മാരെന്ത് ചെയ്തു? കാലും ദേശമൊന്നും നോക്കാതെ നേരെ ദേവന്മാരുടെ കൂടെ യുദ്ധത്തിന് ചെന്നു. അസുരന്മാരെ യുദ്ധത്തിന് വന്നപ്പോൾ ദേവന്മാരച്ച നല്ല ബലവാന്മാരല്ലേ. നമ്മൾ പറയില്ലേ, ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഏത്തക്കായ നുറുക്കണ ലാഘവത്തോടെ അരിഞ്ഞ അങ്ങോട്ട് വീഴ്ത്തി അസുരന്മാര്. അങ്ങനെ അസുരന്മാരുടെ വംശം ഉണ്ടാവില്ല എന്നൊരു അവസ്ഥ വന്നപ്പം എന്നൊക്കെ നമ്മുടെ ബ്രഹ്മദേവൻ നാരദ മഹർഷിയെ വിളിച്ചിട്ട് പറഞ്ഞു, നാരദ ഒന്ന് പോയി പറയൂ, അങ്ങനെ ചെയ്യരുത്. ദേവന്മാർക്ക് അമൃത് കിട്ടിയില്ലേ, അവരുടെ കാര്യം നേരെയായില്ലേ, എന്തിനാ അസുരന്മാരെ കൊല്ലരുത് എന്ന് പറയൂ, ഞാൻ പറഞ്ഞു എന്ന് പോയി പറയൂ എന്നും പറഞ്ഞു. ആരെ സമാധാനത്തിന് പറഞ്ഞയച്ചു? നമ്മൾ പണ്ട് ഇറാഖിലേക്ക് യുദ്ധം ഉണ്ടായ കാലത്ത് കോഫി എണ്ണനെ പറഞ്ഞയക്കാറില്ലേ സമാധാന ചർച്ചയ്ക്ക്? അതേ ജാതിയിൽ നമ്മുടെ നാരദ മഹർഷി സമാധാന ദൂതനായിട്ട് അവിടേക്ക് ചെന്നു. ദേവന്മാരുടെ അടുത്തേക്ക് ചെന്നു. ദേവേന്ദ്രനോട് പറഞ്ഞു, ദേവേന്ദ്ര ഭവദ്ഭിരമൃതം പ്രാപ്തം നാരായണ ഭുജാശ്രയൈഹി ശ്രിയാ സമേധിത സർവേ ഉപാരമത വിഗ്രഹാൽ. ഇതാണ് സന്ധ്യവാക്യം. വല്ലതും മനസ്സിലായോ? ഇല്ലല്ലേ? എന്താ പറഞ്ഞത്? ഭവദ്ഭിരമൃതം പ്രാപ്തം നാരായണ ഭുജാശ്രയൈഹി, ഭഗവാനെ ആശ്രയിച്ച പുറപ്പെടുകൊണ്ട് നിങ്ങൾക്ക് അമൃത് കിട്ടിയില്ലേ? ശ്രിയാ സമേധിത സർവേ, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായില്ലേ? നഷ്ടപ്പെട്ടു പോയതൊക്കെ കിട്ടി, നല്ല ബലം ഉണ്ടായില്ലേ? ഉപാരമത വിഗ്രഹാൽ, എന്തിനാ വെറുതെ നിർത്തൂ യുദ്ധം. ഈ മധ്യസ്ഥൻ വന്നിട്ട്, മധ്യസ്ഥൻ എന്ന് പറയില്ലേ, അങ്ങനെ പറയാറില്ല. ഇവിടേക്ക് എന്താ പറയണേ? രണ്ടു കൂട്ടർ തമ്മിൽ തർക്കം ഉണ്ടാവുമ്പോൾ നടുക്ക് നിന്ന് കാര്യം നേരിയാക്കണ ആളുടെ പേരാണ് മധ്യസ്ഥൻ. നമ്മുടെ നാട്ടിൽ മധ്യസ്ഥന്മാരൊക്കെ മധ്യസ്ഥന്മാരാവും ചിലപ്പോൾ അല്ലേ? വൈകുന്നേരം ആകുമ്പോൾ കുപ്പി കൊടുത്താലേ. അങ്ങനെ അതല്ല കേട്ടോ, മധ്യം നടക്ക് നിൽക്കണം. രണ്ടാള് അറ്റത്തിരുന്നിട്ട് രണ്ട് ജാതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരാൾ നടുക്ക് നിന്നിട്ട് രണ്ടിനെയും കൂടി യോജിപ്പിക്കണം. അതാണ് മധ്യത്തിൽ നിൽക്കണമെന്നാണ് മധ്യസ്ഥിതൻ. ആ മധ്യസ്ഥിതനായ വ്യക്തി പറയണത് കേൾക്കാണ്ടിരിക്കുന്നത് കേൾക്കണം. അതൊരു മര്യാദയുള്ള വാക്കാണ്. അപ്പം അതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞ വർത്തമാനം കേട്ടിട്ട് യുദ്ധം മതിയാക്കി. ആര് മതിയാക്കി?
ദേവന്മാര് അങ്ങനെ എന്തുണ്ടായി ചോദിച്ചാൽ ബലവാന്മാരായ ദേവന്മാര് ബലം ഇല്ലാത്തവരായ അസുരന്മാരെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി. അസുരന്മാരൊക്കെ മരിച്ചുപോയേ. ബലി മഹാരാജാവ് വരെ മരിച്ചു പോയതാണ്. എല്ലാ അസുരന്മാരും മരിച്ചു. ഏതോ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ ജീവിച്ചിരിക്കുന്നത്. ശുക്രാചാര്യർ എന്താ ചെയ്തു വെച്ചാൽ ഈ മരിച്ചു പോയത്, കയ്യെ കാലൊടിഞ്ഞത്, കഴുത്തൊടിഞ്ഞത്, തകർന്നത്, നശിച്ചത്, പല ജാതിയിൽ മരിച്ചു പോയവരില്ലേ എല്ലാറ്റിൻ്റെയും ശവശരീരങ്ങളൊക്കെ വാരി കൂട്ടി കോർപ്പറേഷൻ്റെ ലോറിയിൽ കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അസുരന്മാരുടെ നാട്ടിലെ അസുരന്മാരുടെ മൈതാനത്ത് കൊണ്ടുപോയി കൂട്ടിയിട്ടു. എന്തിനാ കൂട്ടിയിട്ടേന്നറിയോ? പെട്രോൾ ഒഴിച്ച് കത്തിക്കാനല്ല. എന്തിനാന്ന് വെച്ചിട്ടുണ്ടോ, ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു വിദ്യയുണ്ട്. ശുക്രാചാര്യരുടെ കയ്യിൽ അസുരഗുരു ശുക്രാചാര്യരുടെ കയ്യിലുള്ള വിദ്യയുടെ പേരാണ് മൃതസഞ്ജീവൻ എന്നാ പറയുക. മൃതസഞ്ജീവന വിദ്യ. ഈ മൃതസഞ്ജീവന വിദ്യ മൃതസഞ്ജീവന വിദ്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? മരിച്ചവരെ ജീവിപ്പിക്കണ മരുന്ന്. പണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില വിദ്യകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. രാമായണത്തിൽ പണ്ട് ഈ ശ്രീരാമലക്ഷ്മണന്മാര് ബോധം കെട്ട് വീണ സമയത്ത് നമ്മുടെ സുഷേനൻ ഡോക്ടർ സുഷേനൻ PP ഡോക്ടർ സുഷേനൻ അദ്ദേഹം എന്ത് ചെയ്തത്, മരുന്ന് കുറിച്ച് കൊടുത്ത്, ഷീട്ട് കുറിച്ച് കൊടുത്തു. അപ്പോൾ ചോദിച്ചു, ഇവിടെ മോട്ടോർ സൈക്കിൾ കയ്യിലുള്ളവരാരെങ്കിലും ഉണ്ടോ ചോദിച്ചു. പെട്ടെന്ന് കൊണ്ടുവരാൻ, മരുന്ന് കൊണ്ടുവരാൻ. നടന്നു പോയി എത്തില്ല പറഞ്ഞു. അപ്പോൾ ഇപ്പം ഇവിടെ വണ്ടി ഉള്ള ഒരാളെ ഉള്ളൂ, നമ്മുടെ ഹനുമാൻ ഉണ്ണിയേ ഉള്ളൂ, നമ്മൾ ഉണ്ണിയെ വിളിക്കുമെന്നും പറഞ്ഞു. മരുന്നിൻ്റെ ഷീട്ട് അടയിൽ കൊടുത്തു. ഹനുമാൻ സ്വാമി ഇടയിൽ കൊടുത്തു. ഹനുമാൻ സ്വാമി അത് മുണ്ടിൻ്റെ മടക്കിലെ മരുന്നിൻ്റെ ഷീട്ട് തിരികിയിട്ട് മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്നാ ഇവരാച്ചാലോ ഹനുമാൻ വരുന്ന സമയം മെഡിക്കൽ ഷോപ്പ് പൂട്ടിപ്പോയി. ഷോപ്പിൻ്റെ ഓർമ്മസ്മാർ പൂട്ടിപ്പോയി. അത് അവശ്യ സർവീസാണ്, അങ്ങനെ പൂട്ടാനൊന്നും പറ്റില്ല, പോലീസ് കേസെടുക്കും. ഹനുമാൻ സ്വാമിയുടെ അടുത്താൻ പറ്റ കളി. അദ്ദേഹം എന്ത് ചെയ്ത് നോക്കിയപ്പം മെഡിക്കൽ ഷോപ്പ് പൂട്ടിക്കിടക്കുക, താക്കോലൊന്നും അവിടെ ഇല്ലേ. ഇനി എന്ത് ചെയ്യും? മരുന്നാച്ച അത്യാവശ്യം മരുന്നാണ്, അവശ്യ സർവീസിലുള്ള മരുന്ന് കിട്ടാൻ ഇതുവരെ പൂട്ടിപ്പോയപ്പോഴോ ഹനുമാൻ സ്വാമി പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞില്ല. നമ്മൾ ഈ മരുന്നിനൊക്കെ പോകുമ്പോൾ വെറുതെ നിന്ന് കുഞ്ഞാൻ തിരിഞ്ഞ് എന്താണ്ടാവുന്നത്? മരുന്ന് വേണ്ടവരൊക്കെ മരുന്ന് വേണ്ടാണ്ടേ ആവും ചിലപ്പോൾ. ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? മെഡിക്കൽ ഷോപ്പ് അടുത്തേ കയ്യിൽ പിടിച്ചിട്ട് പോകുന്നു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്താ വേണ്ട വെച്ചാൽ എടുത്തോളം, ഞാൻ അലമാര തുറന്നു തരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ മരുന്ന് കട തുറന്നിട്ട് വേണ്ട മരുന്നൊക്കെ എടുത്ത് സുഷേണം വൈദ്യർ എന്ത് ചെയ്തു? നല്ലോണം ഒക്കെ ഇട്ട് ആക്കെ ചെയ്തു. അപ്പോഴേക്ക് എന്തായൊക്കെ കാര്യം നേരി. അപ്പോൾ എന്നിട്ട് ഹനുമാൻ സ്വാമി ചോദിച്ചു, എന്നാൽ ഇനി മെഡിക്കൽ ഷോപ്പ് തിരിച്ചു കൊണ്ടോട്ടെ ചോദിച്ചാൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി അവിടെ തന്നെ വെച്ചു. നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ, വേറെ ഒന്നും വേണ്ടല്ലോ. അങ്ങനെ എന്താ മരുന്നെന്നറിയോ? ശല്യകരണി, വിശല്യകരണി, സന്ധാനകരണി, മൃതസഞ്ജീവനി എന്ന്. ഇതാണ് 4 മരുന്ന് അതിൽ എഴുതിയ മരുന്ന്. വല്ല മനസ്സിലാക്കിയത്? ശല്യകരണി പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ മുറിവൊക്കെ ഉണ്ടാവില്ലേ, മുറിവ്, ഒടിവ്, ചതവ, അതൊക്കെ നേരെയാക്കണതിൻ്റെ പേരാണ് ശല്യകരണി. വിശല്യകരണി പറഞ്ഞാൽ മുറിവ് കരിഞ്ഞതിക്കൽ ഒരു കരിവാളിപ്പ് അടയാളൊക്കെ ഉണ്ടാവും. മനസ്സിലാവട്ടോ? ഒരു അടയാളൊക്കെ ഉണ്ടാവില്ലേ, ആ അടയാളങ്ങൾ ഇല്ലാണ്ടാക്കണതാണ് എന്താ വിശല്യകരണി. പിന്നെ സന്ധാനകരണി എന്ന് പറഞ്ഞാൽ അറ്റ് മുറിഞ്ഞ് വേർപെട്ട് പോയ 2 എണ്ണത്തിനെ ചേർത്ത്, മനസ്സിലായില്ലേ? പ്ലാസ്റ്റിക് സർജറി. കയ്യും കാലൊക്കെ മുറിഞ്ഞ് വേർപെട്ട് പോയാൽ നമ്മുടെ നാട്ടിൽ പുതിയ ചികിത്സയില്ലേ, ആ ചികിത്സയ്ക്ക് പണ്ട് പറയണ സന്ധാനകരണി, കൂട്ടിച്ചേർക്കണത്. ഇത്രയൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ചത്ത് കിടക്കച്ച വല്ല കാര്യമുണ്ടോ കൂട്ടിച്ചേർത്തിട്ട്? അപ്പൊ എന്ത് ചെയ്യണം? മൃതസഞ്ജീവനി, ജീവിപ്പിക്കുക വേണം. ഇതൊക്കെയാണ് പഴയ മരുന്ന്. രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ പറയണം. അപ്പൊ അതുപോലെ ഈ മൃതസഞ്ജീവന വിദ്യ ആരുടെ കയ്യിലുണ്ട്? ശുക്രാചാര്യരെ അസുരന്മാരെയൊക്കെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. ബലി മഹാരാജാവൊക്കെ ശക്തനായിട്ട് അങ്ങനെ ബലി മഹാരാജാവ് ജീവിച്ചു വന്നപ്പം അദ്ദേഹത്തിനെ നന്നായിട്ട് അനുഗ്രഹിച്ച് അദ്ദേഹത്തെ കൊണ്ട് 100 യാഗം കഴിപ്പിച്ചു. 100 യാഗം കഴിച്ചാൽ എന്താ കേമത്തരം? ഇന്ദ്രനാവാൻ. ഈ 100 യാഗം കഴിച്ചാൽ ശതക്രതു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ശതക്രതു സർട്ടിഫിക്കറ്റ് എന്തിനാണ്? അത് പറയാച്ചാൽ ഇന്ദ്രന്റെ പോസ്റ്റിലേക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ വിളിക്കുമല്ലോ, ആളെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കില്ലേ, PSC വിളിച്ചാൽ അപ്ലിക്കൻസ് എന്ത് ചെയ്യണം? ബയോഡാറ്റ വിത്ത് ശതക്രതു സർട്ടിഫിക്കറ്റ് അപ്പൻഡഡ് വിത്ത് ഇറ്റ്. ദ മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ദേവേന്ദ്ര. ഏറ്റവും കുറഞ്ഞ യോഗ്യത, ഇന്ദ്രന്റെ പദവിക്ക് വേണ്ട കുറഞ്ഞ യോഗ്യതയാണ് എന്ത്? ഈ ശതക്രതു. അപ്പൊ ആ ശതക്രതു എന്ന് പറഞ്ഞ യോഗ്യതയ്ക്ക് ആരെ യോഗ്യനാക്കി? ബലി മഹാരാജാവിന്. മാത്രല്ല ഭാർഗവ ബ്രാഹ്മണ തേജസ്സും കൊടുത്തു, ഒരു തേരും കൊടുത്തു, അനുഗ്രഹിച്ചൊരു ശംഖും ആർക്ക് കൊടുത്തു? ബലിക്ക് കൊടുത്തു. ബലി ബലവാനായി. ബലി എങ്ങനെ? ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ബലി ബലവാനായി. ബലി ബലവാനായിട്ടിരിക്കണ കാലത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഗതി ഉണ്ടായി, അതുകൂടി പറയാം. എന്താ വെച്ചാല് നമ്മുടെ ഈ ഭഗവാൻ ശ്രീ പരമേശ്വരനും പാർവതീ ദേവിയും കൂടി ഒരു ദിവസം വൈകുണ്ഠത്തിലേക്ക് വന്നു. എന്തിനാ വന്നേ ചോദിച്ചാൽ ഒന്നുമില്ല, വെറുതെ വന്ന ഫ്രണ്ട്ലി വിസിറ്റ്, ഒരു സൗഹൃദ സന്ദർശനം. നമ്മളിപ്പോൾ പലയിലേക്കും പോവില്ലേ, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും അങ്ങനെ പോയി സൗഹൃദമൊക്കെ ആയിട്ട് അങ്ങനെ പോയത്. അപ്പോൾ വൈകുണ്ഠത്തിലെ പരമേശ്വര ഭഗവാൻ വന്നു, സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരമേശ്വര ഭഗവാൻ വിഷ്ണു ഭഗവാനോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞു കിട്ടോ എന്നും പറഞ്ഞു.
ഞാൻ അറിഞ്ഞു, എല്ലാം ഞാൻ അറിഞ്ഞു, പാർവതി പറഞ്ഞെല്ലാം ഞാൻ അറിഞ്ഞു. എന്തുണ്ടായത്? അങ്ങയുടെ ആ മഹിമയൊന്നും പറയേണ്ട, ഗംഭീരം തന്നെ, ഗംഭീരം. എന്ത്? അങ്ങയുടെ ആ മോഹിനിമായുടെ അതാണോ ചൊവ്വ? അതെ, എന്താ കേമാർന്നിട്ടു. പാർവതി ഇപ്പോഴും അത് പറയുമ്പോ പാർവതിക്ക് നാവ് നാലാ. പറഞ്ഞാൽ മതിയാവില്ലേ? എനിക്ക് അച്ഛ അന്നത് കാണാനും പറ്റിയില്ല, ഞാനൊരു വാല്യുവേഷൻ എന്ന യൂണിവേഴ്സിറ്റിയിലായിരുന്നു എന്നൊക്കെ പറയില്ലേ. നമ്മുടെ സ്ഥലത്തുണ്ടായില്ലേ വാല്യുവേഷനോ എന്തെങ്കിലും ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോയതാന്നൊക്കെ പറയില്ലേ. പറ്റാണ്ട വരില്ലേ? ഭഗവാൻ പറഞ്ഞാൽ അവിടെ ഉണ്ടായില്ല, കണ്ടില്ലേ ഞാനത്, എന്താ ചെയ്യാ, ഒന്ന് കണ്ടാൽ തിരക്കടില്ല എന്നുണ്ടായിരുന്നു, ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. ആരോട്? ഭഗവാനോട്. ഭഗവാൻ അത് അത്രയ്ക്കൊന്നും ഇല്ലേ, അതാ അസുരന്മാരുടെ കണ്ണി പൊടിയിടാൻ ഞാൻ ഒരു കൂട്ടം കാണിച്ചു എന്നേ ഉള്ളൂ. ഉവ്വ അങ്ങ് എന്ത് കാണിച്ചാലും മഹാകേമാവെന്ന് ഞങ്ങൾക്കൊക്കെ നിശ്ചയമുണ്ട്. ആര് പറഞ്ഞു? ഭഗവാൻ ശ്രീപരമേശ്വരൻ. ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. കാണിച്ചരാൻ വിരോധമൊന്നുമില്ല. അങ്ങനെ മോഹിനിമായി ആർക്ക് കാണിച്ചു കൊടുത്തു? ഭഗവാൻ ശ്രീപരമേശ്വരന്. അപ്പോൾ ഭഗവാൻ ശ്രീപരമേശ്വരൻ പോലും ആ മോഹിനിമായയിൽ പെട്ടുപോയി എന്നാ പറയുക. അവിടെ ഇരിക്കട്ടെ, കഥ എത്ര മതി. ഭഗവാൻ പരമേശ്വരൻ മോഹിനിമായയിൽ പെട്ടുപോയി എന്ന് പറയണത് എന്തിനാന്ന് വെച്ചിട്ടുള്ളത് വേറൊരു അർത്ഥത്തിലാണ്. ഭഗവാൻ മോഹിനിമായയിൽ നല്ലൊരു മായയിലും പെട്ടിട്ടൊന്നുമില്ല. ഇതിന് ശങ്കരമോഹനൻ കഥ എന്നാ പറയുക. കഥ വർണ്ണിച്ചത് അത്ര മതി. കഥയുടെ ഒരു സമ്പ്രദായം, കഥയോണ്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ കഥ എന്തിനു പറഞ്ഞു എന്നൊന്ന് പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നമ്മൾ അതിൽ വഷള് ആലോചിച്ച് ഇങ്ങനെ ചിരിച്ച് അങ്ങനെ അന്തല്യാണ്ടേ ആവുകയുള്ളൂ. അങ്ങനെ അന്തല്യാണ്ടേ ആവരുത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ലേശം ശാസ്ത്രം പറയാം. അതായത് ശാസ്ത്രങ്ങളിലെ ഇപ്പം നമ്മൾ പറഞ്ഞ ശാസ്ത്രങ്ങളിൽ, വേദാദി ശാസ്ത്രങ്ങളിൽ ഭഗവാന്റെ മഹിമ പറയാനായിട്ട് ചില സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ പേര് പ്രമാണങ്ങൾ എന്നാ പറയുക. എന്താ പേര്? പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രമേയസ്വരൂപനായ ഭഗവാനെ അറിയാൻ വേണ്ടതായ നമുക്ക് വേണ്ട ചില ഉപാധികളുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? പ്രമാണം. ഈ പ്രമാണങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായ പ്രമാണങ്ങൾ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി, അതുപോലെ ഐതിഹ്യം എന്നൊക്കെ പറയും. ഇതിൽ ആദ്യത്തേന് വലിയ കേമാണ് പ്രത്യക്ഷം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം. ഇന്ദ്രിയങ്ങളൊക്കെ വിഷയങ്ങളുമായിട്ടുണ്ടാവണ ചേർച്ചയിൽ നിന്നുണ്ടാവണ അറിവിൻ്റെ പേരാണെന്ത്? പ്രത്യക്ഷം. ഇപ്പം മുമ്പിലിരിക്കണ ഈ വിളക്ക്, നമ്മുടെ കണ്ണ്, ഇത് രണ്ടും കൂടി ഏതാണ്ടൊരു പരിധിയിൽ വരുമ്പോൾ നമ്മൾ ആ വിളക്ക് കാണും. അതിൻ്റെ പേരാണെന്ത്? പ്രത്യക്ഷം. ഈ വിളക്ക് അപ്പുറത്തെ പറമ്പിൽ വെച്ചാൽ നമ്മൾ കാണില്ല, കാണുക. അപ്പോൾ ആ വിഷയമാവണം. എന്താവണം? വിഷയമാവണം. ഇപ്പം മുമ്പിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ നമ്മൾ കേൾക്കും. എന്താ കാരണം? നമുക്ക് ആ കേൾക്കണ പരിധിയിലാണ്. എന്നാൽ ഇനി അപ്പുറത്തെ പഞ്ചായത്തിൽ പോയിട്ട് ആരെങ്കിലും വർത്തമാനം പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല. എന്താ കാരണം? നമ്മുടെ പരിധിയിൽ നിന്ന് പോയി. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു, മൂക്കൊണ്ട് എന്താ മണം? മുല്ലയാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ? മുല്ലയാണ്. അപ്പം നമ്മൾ മണത്ത് അറിഞ്ഞ് മുല്ലയാണെന്ന് തീരുമാനിച്ചു. നോക്കിയപ്പോൾ മുല്ല തന്നെയാണ്, പ്രത്യക്ഷമാണ്. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയണ അറിവിനാണ് എന്ത് പറയുക? പ്രത്യക്ഷം. മനസ്സിലാവണില്ലേ? കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, മനസ്സിലാക്കിയത്, തൊട്ടതൊക്കെ പ്രത്യക്ഷമാണ്. അടുപ്പത്തിരിക്കുന്ന ഉരുളി ചൂടുണ്ടോ എന്നെങ്ങനെയാ അറിയുക? ഋഗ്വേദം നോക്കിയിട്ടോ. ഋഗ്വേദം, യജുർവേദം, ഭാഗവതം നോക്കിയാൽ അടുപ്പത്തിരിക്കുന്ന ഉരുളി ചൂടുണ്ടോന്ന് അറിയില്ല. അറിയോ? അതെ, അത് നമ്മൾ ഉരുളി എന്നങ്ങനെ ഔവ ചൂടുണ്ട്, അത്രയ്ക്കില്ല, ചൂട് കുറേശ്ശെ അറിയിരിക്കണം, എടുത്തോളൂ, അത് വേറെ ശീലിയൊന്നും വേണ്ട. എന്തിന്? നമ്മൾ തൊട്ട് നോക്കിയിട്ട് അത്രയ്ക്കില്ല എന്ന് വെച്ചാൽ പിടിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ? അതെങ്ങനെയാ മനസ്സിലാക്കിയത്? തൊട്ട് നോക്കിയിട്ട്, അല്ലാണ്ടേ മണത്ത് നോക്കാൻ പറ്റുമോ? ചെവിട് വെച്ച് നോക്കിയാൽ അറിയോ? കണ്ടാൽ അറിയോ? അത് കണ്ണ് പറ്റില്ലേ, മൂക്കന്നേ പറ്റുള്ളൂ. അപ്പോൾ അത് മൂക്കും കണ്ണും ഗന്ധം അറിയാൻ മൂക്കേ പറ്റുള്ളൂ, ശബ്ദം കേൾക്കാൻ ചെവിയേ പറ്റുള്ളൂ, രുചി അറിയാൻ നാവേ പറ്റുള്ളൂ, കൂട്ടാനിൽ എരിയുണ്ടോ ഉപ്പുണ്ടോ എന്ന് അറിയാൻ ഒരു തുള്ളി കണ്ണിൽ വീഴ്ത്തി നോക്കിയാൽ നല്ല ഉപ്പാ. കണ്ണുകൊണ്ട് പറ്റില്ല. ഇന്ദ്രിയാണെങ്കിലും ഉപ്പുണ്ടോ, രുചിയുണ്ടോ, എരിയുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അത് എന്തോട്ടേ പറ്റുള്ളൂ, നാവോണ്ടേ പറ്റുള്ളൂ. അപ്പം ഓരോരോ വിഷയങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി ധരിക്കാൻ വേണ്ട ഓരോരോ ഇന്ദ്രിയങ്ങൾ നമ്മൾക്കുണ്ട്. ആ ഇന്ദ്രിയങ്ങളെയാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുക. എന്താണ്? മനസ്സിലായില്ല? ഇന്ദ്രിയങ്ങൾ. ഇനി അനുമാനം. അനുമാനം ചെന്താ? കണ്ടതുകൊണ്ട് കാണാത്തതിനെ അറിയണതിൻ്റെ പേരാണ് അനുമാനം. കുന്നിൻ്റെ മുകളിൽ പുക കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? ചോദിക്കാൻ പേടിയപ്പോൾ. പണ്ടേ കോളേജിലെ കുട്ടികളെ 10-60 കുട്ടികളുണ്ട്. BA ക്ലാസ്സിൽ അവസാന കൊല്ലം 3-ാം കൊല്ലം BA-കാരെ പഠിപ്പിക്കുക. അവർ ന്യായശാസ്ത്രം പഠിപ്പിക്കാനുണ്ട്. അപ്പം ന്യായശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ പ്രമാണം കണ്ട് പഠിപ്പിച്ചാൽ പിന്നെ ശാസ്ത്രം കണ്ട് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ, പഠിപ്പിക്കാൻ എളുപ്പമുണ്ടല്ലോ. ഒരു അടിസ്ഥാനത്തിന് പ്രമാണം പഠിപ്പിച്ചപ്പം പ്രത്യക്ഷം പറഞ്ഞു കൊടുത്തു. അനുമാനം പറയുമ്പം ചോദിച്ചു, കുട്ടികളെ കുന്നിൻ്റെ മുകളിൽ പുക കണ്ടാൽ നമ്മൾ എന്തു മനസ്സിലാക്കും എന്ന് ചോദിച്ചു. അപ്പം പിന്നാക്കരിക്കുന്ന ചക്കൻ നേരിട്ട് പറഞ്ഞു, കുന്നിൻ്റെ മുകളിൽ ചാരായം മാറ്റിട്ടത് മനസ്സിലാക്കും മാഷേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കുട്ടികൾക്കൊക്കെ നമ്മളെക്കാളും വിവരമുണ്ട്. നമ്മൾ ഇത്രയും കാലം എന്തൊക്കെ പഠിച്ചിട്ടും എന്തൊക്കെ പഠിപ്പിച്ചിട്ടും നമുക്ക് ഇത്രയ്ക്കൊന്നും വിവരം
ഉണ്ടായിട്ടില്ല. അതാ പിന്നെ മനസ്സിലായത്. ഗുരുനാഥന്മാര് പറയാറുണ്ടേ, പഠിക്കണ കാലത്തേനേക്കാളും വിവരം പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുമെന്ന്. എപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. പഠിക്കണ കാലത്ത് ഉണ്ടാവാത്ത വിവരമൊക്കെ എപ്പോഴാണ് ഉണ്ടാവുന്നത്? പഠിപ്പിക്കണ കാലത്ത്. ശരിയല്ല. അതിന്റെ ശേഷം അതിപ്പോ ആരോട് ചോദിക്കുമ്പോൾ പേടി, എന്താ പറയാ, ശരിയല്ലേ അത്? അപ്പൊ കുന്നിന്റെ മുകളിൽ പുക പോണത് കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? കുന്നിന്റെ മുകളിൽ തീ ഉണ്ടെന്ന് മനസ്സിലാക്കും. എന്താ കാരണം? തീയെ ഉണ്ടാവുമ്പോഴാണ് പുക ഉണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ശരിയല്ലേ ഇത്? അടുപ്പിൽ അങ്ങനെയാണ് പതിവ്. പർവ്വതോ വന്യമാൻ ധൂമാൽ യഥാ മഹാനസം. മഹാനസം പറഞ്ഞ അടുക്കള. അടുക്കളയിൽ നമ്മൾ അങ്ങനെയല്ലേ കണ്ടിരിക്കണത്? എന്ത് തീ ഇങ്ങനെ കത്തിക്കുമ്പോൾ പുക പോവാറുണ്ട്. തീ കെട്ടുപോയാൽ പിന്നെ എന്തുണ്ടാവാറുമില്ല, പുക ഉണ്ടാവാറുമില്ല. അപ്പോൾ പുക കണ്ടപ്പോൾ നമുക്ക് എന്തുറപ്പിക്കാം? തീയുണ്ട് എന്ന്. തീയില്ലാതെ ഒരു ദിക്കിലും പുകയില്ല. പുകയില്ലാതെ തീയുണ്ട്. ഇനി ആകെ കശപിശയായി. തീയില്ലാതെ പുക എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പുകയില്ലാതെ തീ കണ്ടിട്ടുണ്ടോ? അതും ഇല്ല. ഉണ്ട്. പുകയില്ലാണ്ട തീയുണ്ട്. ആ പിശാചി കൊണ്ടുപോയി അടുപ്പിലിട്ട് ചുട്ട് പഴുപ്പിച്ച് നോക്കൂ, അതിൽ തീയുണ്ട്. പുകയുണ്ടോ? പുകയുണ്ടാവില്ല. എന്താ കാരണം? അത് പുകയില്ല. അപ്പൊ പുകയില്ലാണ്ട് എന്തുണ്ടാവാം? തീയുണ്ടാവാം. തീയില്ലാതെ പുക ഉണ്ടാവില്ല ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് അനുമാനം എന്ന് പറയുക. പിന്നെ ഉപമാനം ഉണ്ട്. ഉപമാനം പറഞ്ഞാൽ സാദൃശ്യം കൊണ്ട് അറിയുക. ഇപ്പൊ നമുക്കൊരാളെ അറിയില്ല, അദ്ദേഹത്തെ തീരെ അറിയില്ല. നമ്മളോട് പറഞ്ഞു, ഉണ്ണി പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടിരുക. നമ്മൾ പറഞ്ഞു, എനിക്ക് അയാളെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കാണാനൊന്നും ഇല്ല കുട്ടിയെ. നീ വടക്കേലെ ഗോവിന്ദൻ കുട്ടിയെ കണ്ടിട്ടില്ലേ? ഉവ്വ്. ആ കറുത്ത് ഇങ്ങനെ 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 ചാടി ചാടി നടക്കണേ. അതെ ഉവ്വ്. ആ കോങ്കണ്ണ്, ആ കോന്തറമ്പല്ലൊക്കെ കണ്ടിരുന്നു. ചാടി ചാടില്ല വളഞ്ഞ നടത്തും. ഉവ്വേ, അതന്നെ. കുറച്ച് നീളം കൂടും ഇയാള്. ആര്? ഇപ്പൊ കാണാൻ പോണയാളേ. ആയിക്കോട്ടെ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇങ്ങനെ നിന്ന് എല്ലാരെയും നോക്കി. കോന്തറമ്പല്ലില്ല, കോങ്കണ്ണും ഇല്ല, ചാടി ചാടി നടത്തുമില്ല, ആ വളവും ഇല്ല, ഒന്നും ഇല്ല. അവരൊക്കെ പോയി. ഒക്കെ കഴിഞ്ഞു. ഒടുക്കതാ വരുന്നു ചാടി ചാടി. അപ്പൊ നമ്മൾ അടുത്ത് ചെന്ന് ചോദിച്ചു, നാരായണൻ കുട്ടിയേട്ടനല്ലേ? ഉവ്വ്. എങ്ങനെ മനസ്സിലായി എന്നെ? നാരായണൻ കുട്ടിയേട്ടനെ അറിയാത്തവരാരുണ്ട് ഇവിടെ ചോദിച്ചു. അല്ലാണ്ട് കോന്തറമ്പല്ലും കോങ്കണ്ണും കണ്ട് മനസ്സിലാക്കിയ പറഞ്ഞാൽ നമ്മളെ വെറുതെ വിടും. അപ്പൊ നമ്മുടെ വടക്കേലെ ഗോവിന്ദൻ കുട്ടിയുടെ ആ ആകൃതിയും പ്രകൃതിയും സ്വരൂപം കണ്ട് ഏതാണ്ട് അതേ ആകൃതിയില്ല, അതല്ലാത്ത വേറെ ഒന്നിനെ നമ്മൾ അതില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് തിരിച്ചറിയണതിന്റെ പേരാണ് എന്ത്? ഉപമാനം. മനസ്സിലാവണില്ലേ പറയുന്നതൊക്കെ? പിന്നെ നാലാമത്തെ പ്രത്യക്ഷം ഉപമ. ശബ്ദം ചേട്ടാ. നമ്മൾ ചോദിച്ചു അമ്പലത്തേക്ക് പോണ വഴി ഏതാ ചോദിച്ചാൽ കാരണവരോട് ചോദിച്ചു. കാരണവർ പറഞ്ഞു, ഇവിടുന്ന് നേരെ നടന്നാൽ ചെറിയ വളവുണ്ട്. ആ വളവ് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തേക്ക് പോയി ഇടവഴി കൂടി അങ്ങോട്ട് കയറി ആദ്യം കാണുന്ന ഗോപുരം അമ്പലത്തിൻ്റെയാണ് എന്നും പറഞ്ഞു. നമ്മളാ പറഞ്ഞ മാതിരി ചെന്ന് നോക്കി അമ്പലത്തിലെത്തിയപ്പം നമ്മളെവിടെ എത്തി? അമ്പലത്തിന്റെ മുമ്പിലെത്തി. അപ്പൊ നമ്മൾ പറയും ചെയ്തു, കാരണവർ പറഞ്ഞത് എത്ര ശരിയല്ലേ? അതാണ് ശബ്ദം പ്രമാണം. ആരെങ്കിലും പറഞ്ഞത് പ്രമാണാവില്ല. ആ കാരണവർ കുറച്ച് വിവരമുള്ള ആളാണ്, പാകതയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അത് വിശ്വസിച്ചത്. അപ്പൊ ആപദവാക്യം ശബ്ദ. വിശ്വസിക്കാൻ കൊള്ളണോരോ പറയുന്ന വർത്തമാനാണ് ശബ്ദം. ഇപ്പൊ 4 പ്രമാണമായില്ലേ? ഇത് കഴിഞ്ഞ് 5ാമതൊരു പ്രമാണമുണ്ട്, അർത്ഥാപത്തി എന്ന് പറയും. എന്താ പേര്? എന്താ ഈ അർത്ഥാപത്തി എന്ന് പറഞ്ഞാൽ? അർത്ഥാപത്തിയതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാം അപ്പത്തിൻ കോലലി തിന്നെന്നാൽ അപ്പത്തിൻ കഥ പറയാനുണ്ടോ? അത്രയേ ഉള്ളൂ. എന്താ അർത്ഥം? ഒന്ന് പറഞ്ഞാൽ പിന്നെ മറ്റേത് പറയാതെ കിട്ടും. എന്താണ്? ഒരു കാര്യം പറഞ്ഞാൽ വേറൊരു കാര്യം പറയാതെ തന്നെ മനസ്സിലാവും. അതിന്റെ പേരാണ് അർത്ഥാപത്തി. എങ്ങനെയാ ചോദിച്ചാലേ, പണ്ട് അമ്മ അപ്പം ഉണ്ടാക്കി. അപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഉണ്ണിയപ്പം, കാരവലപ്പം എന്നൊക്കെ പറയില്ലേ? അതുണ്ടാക്കി അടുക്കളയിൽ ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയിടാന്ന്. ഈ പിച്ചളയുടെ കോലാണ് പണ്ടൊക്കെ പതിവ്. പിച്ചളയുടെ കോലുമ്പില കോർത്ത് വെക്കുക. അതാണ് വെച്ചാൽ ജനാലയുടെ ഉള്ളിൽ കൂടി പണ്ട് നാടോടി വന്ന് തോണ്ടിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. പിച്ചളയുടെ കോലൊക്കെ അങ്ങനെ വെക്കുന്നതൊക്കെ മറ്റോടത്ത് കൊണ്ടുപോയി തൂക്കി വിറ്റു. ഇപ്പൊ പിച്ചളക്കോലില്ല. ഇപ്പൊ ഉണങ്ങിയ മുളയുടെ കോല് കൂർപ്പിച്ചിട്ടാണ് ഇപ്പൊ അപ്പം കുത്തി കോർക്കണത്. അമ്മ ഇങ്ങനെ മുളയുടെ കോലുമ്പിൽ അപ്പം അങ്ങനെ കോർത്ത് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഈ വൈകുന്നേരത്തെ ആ സീരിയലിന്റെ ഒരു നിലവിളി ഉണ്ടാവില്ല തുടങ്ങുമ്പോ. ഒരു അട്ടഹാസം നിലവിളിയൊക്കെ ഉണ്ടാവില്ല തുടങ്ങുമ്പോ. അത് കണ്ട് കേട്ട അമ്മയ്ക്ക് ജീവൻ എന്താ വെച്ചാൽ അമ്മ എവിടെ എത്തും? ജീവൻ ഉണ്ട്, കിണറ്റിൽ വീണിട്ടുമില്ല വെച്ചാൽ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇത് ഇങ്ങോട്ട് കേട്ടപ്പോഴേക്ക് അമ്മ എന്ത് ചെയ്തു? അപ്പവും കോലും ഒക്കെ കോർത്ത് വെച്ച കോലോട് കൂടി അപ്പം അടുക്കളയിൽ വെച്ചിട്ട് അമ്മ ഓടി പൂമുഖത്തേക്ക് പോയി. ആ കുറെ നേരം അമ്മയും മകളും കൂടി ഇതിങ്ങനെ കണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മകൾക്ക് കുറച്ച് ചുക്കുവെള്ളം കുടിക്കണം എന്നൊരു മോഹം. ഇതൊക്കെ കണ്ടാച്ചാൽ ആ മോഹം ഉണ്ടാവേ. കാണുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നു. അഞ്ചാതിയല്ലേ കാണുന്നത്. അപ്പൊ എന്ത് ചെയ്തു? മകള് അമ്മോട് അമ്മ ഞാൻ ശേഷം വെള്ളം കുടിച്ചിട്ട് വരാൻ അടുക്കളയ്ക്ക് അങ്ങോട്ട് ചെന്നു. അടുക്കളയിൽ ചെന്ന് നോക്കിയിട്ട് മകള് വെള്ളം കുടിക്കുമ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മേ എന്താ കുട്ടിയെ? അപ്പത്തിന്റെ കോലേ എലി തിന്നോന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്? അപ്പത്തിന്റെ കോല് എലി തിന്നോന്നും പറഞ്ഞു. അമ്മ എന്ത് മനസ്സിലാക്കി?
പാവം എലി അപ്പമൊക്കെ എടുത്ത് ആ പാത്രത്തിലാക്കി അടച്ച അലമാരയിൽ വെച്ച് പൂട്ടി കോലും നിന്ന് പോയി എന്നല്ലേ അമ്മ മനസ്സിലാക്കുക? അമ്മ എന്താ മനസ്സിലാക്കുക? അപ്പം കോർത്ത് വെച്ച കോല് എലി തിന്നു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? പറഞ്ഞോളൂ. അപ്പം ആദ്യേ തിന്നു, മതിയാവായോണ്ട് കോലും തിന്നു എന്നല്ലേ? അപ്പം അപ്പം കോർത്ത് വെച്ച കോൽ എലി തിന്നു എന്ന് പറഞ്ഞാൽ അപ്പം എലി തിന്ന കാര്യം പറയാതെ കിട്ടി. പക്ഷെ അപ്പത്തിന്റെ കോല് എലി തിന്നപ്പണ്ടായ നഷ്ടം പറയാനല്ല പെൺകുട്ടി എന്ത് പറഞ്ഞത്? അപ്പത്തിന്റെ കോല് അതിനി വേണമെങ്കിൽ പോയി ഒരു കോലും കൂടി മുളയുടെ കോല് ഇങ്ങനെ കൂർപ്പിച്ചാൽ വേറൊരു കോല് ഉണ്ടാക്കാം, അതൊരു നഷ്ടമല്ല. അപ്പൊ പറഞ്ഞത് ഏതിനെ കുറിച്ചിട്ടാണ്? കോലിന്റെ കാര്യമാണ് പറഞ്ഞത്. കോലാണോ പ്രധാനം, അപ്പാണോ പ്രധാനം? അപ്പാണ് പ്രധാനം. പക്ഷെ കോലിന്റെ അപ്രധാനമായ കോലിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്ത്? കോലെലി തിന്നു എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അപ്പം എലി തിന്ന കാര്യം പറയാണ്ട് കിട്ടും. ഭഗവാൻ ശ്രീ പരമേശ്വരൻ പോലും ഈ മോഹിനിമായയിൽ പെട്ടു എന്ന് പറഞ്ഞാൽ ഭഗവാൻ മോഹിനിമായയിൽ പെട്ടു എന്ന് പറയാനല്ല അത് പറഞ്ഞത്. പിന്നെ എന്തിനാ പറഞ്ഞത്? ഭഗവാൻ പോലും ഇതിൽ പെട്ടു എങ്കിൽ സാധാരണക്കാരുടെ കാര്യം എപ്പോഴേ പെട്ടു എന്ന് ചോദിച്ചാൽ മതി എന്ന് മനസ്സിലാവും. ഭഗവാൻമായയുടെ ആ ഒരു വലിയ മഹിമ കാണിക്കാനാണ് എന്ത് പറഞ്ഞത് ഈ കഥ. അല്ലാതെ ഭഗവാൻ ഈ മായയിൽ പെട്ടിട്ട് അതിങ്ങനെ പറഞ്ഞ അശ്ലീലം പറഞ്ഞ് രസിക്കാനൊന്നുമല്ല, അതൊന്നുമല്ല. അതിൻ്റെ കാര്യം എന്താ? ഈ ഭാഗവതമൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ അതിൻ്റെ മർമ്മം പിടിച്ച് കേൾക്കണം. എന്ത് പിടിച്ചിട്ട്? മർമ്മം പിടിച്ച് കേട്ടില്ല വെച്ചാൽ ഒരു വഷള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പല ദിക്കിലും ഇങ്ങനെ ജാതിയൊക്കെ ഇങ്ങനെ അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കി. അതാണ് അപ്പൊ ഈ അർത്ഥാപത്തി പ്രമാണം കൊണ്ട് ഭഗവന്മായ പ്രഭാവത്തിന്റെ ശക്തി വർണ്ണിക്കാൻ. ഭഗവാൻ ശ്രീ പരമേശ്വരന് പോലും ഈ മായ പെടുന്നു വെച്ചാൽ സജ്ജനങ്ങളെ ലോകരൊക്കെ എപ്പോഴും പെടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നല്ലോണം ജാഗ്രത കാണിക്കണം, നല്ലോണം ശ്രദ്ധ വേണം എന്ന് കാണിക്കാനാ പറഞ്ഞതേ. അങ്ങനെ ആ കാലത്ത് എന്തുണ്ടായി ചോദിച്ചാലേ, ഈ ബലി ബലവാനായി എന്ന് പറഞ്ഞില്ലേ, ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ബലവാനായ ബലി. നമ്മൾ പറഞ്ഞു അസുരന്മാർക്ക് ബലം ഉണ്ടായാൽ, പറഞ്ഞോളൂ, ഒക്കെ മറന്നുമില്ലേ അപ്പോഴൊക്കെ? അസുരന്മാർക്ക് ബലം ഉണ്ടായാൽ എവിടെ ഉണ്ടാവും? ദേവലോകത്തല്ലേ ഉണ്ടാവുക. അസുരന്റെ ബലി എവിടേക്ക് ചെന്നു? ദേവലോകത്തേക്ക് ചെന്നു. ദേവലോകത്ത് ചെന്നു എന്ന് മാത്രല്ല, ബലി ദേവലോകത്ത് ചെന്നിട്ട് ആചാര്യദത്തം ജലജം മഹാസ്വനം ദധമൗ പ്രയുഞ്ജൻ ഭയമിന്ദ്രയോഷിതാം. പണ്ട് ഗുരുനാഥൻ കൊടുത്തിരി ശംഖുണ്ട് കയ്യിൽ. ഇന്ദ്രലോകത്ത് ചെന്നിട്ട് ആ ശംഖം അങ്ങോട്ട് വിളിച്ചു. ഈ ശംഖ് വിളിച്ചപ്പോഴേക്ക് ദേവേന്ദ്രാദി ദേവന്മാരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ബൃഹസ്പതി മഹർഷിയുടെ അടുത്ത് ചെന്നു. ബൃഹസ്പതി ഗുരുനാഥന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ബലി വന്ന് കയറി ദേവലോകം ആക്രമിച്ച് കീഴടക്കി, ഞങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യും? എങ്ങടാ പോണ്ടതേ? നിശ്ചല്ലേ, അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് ബൃഹസ്പതി മഹർഷിയുടെ അടുത്ത് വന്ന് ആശ്രയിച്ചു. അപ്പൊ ബൃഹസ്പതി മഹർഷി പറഞ്ഞു, ദേവേന്ദ്രാദി ദേവന്മാരോട് പറഞ്ഞു, ദേവന്മാരെ, നിങ്ങളെ ഇപ്പം യുദ്ധത്തിനൊന്നും പോണ്ട. എന്താ കാരണം എന്നറിയോ? കാലം അനുകൂലല്ല. ബലി ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് അതിബലവാനാ. ഇപ്പൊ നമുക്ക് ആ ഗുരുപ്രസാദം ബലിക്ക് ഉണ്ടാവുകൊണ്ട് ബലിയെ തോൽപ്പിക്കാൻ പറ്റില്ല. യുദ്ധത്തിന് പോണ്ട, നമ്മൾ തോൽക്കും. ഒരു കാര്യം ചെയ്തോളൂ, തൽക്കാലം ഇപ്പൊ എങ്ങനെ ഇരിക്കട്ടെ, ഈ ബലി ഒരു കാലത്ത് ഗുരുനാഥനെ നിന്ദിക്കാച്ചാൽ ഗുരുനാഥനെ കണക്കാക്കാണ്ട പോവും. അന്ന് ഗുരുവിനെ കണക്കാക്കാണ്ട വരുന്ന സമയത്ത് ഗുരുത്വം പോവും. ഗുരുത്വം പോകുമ്പം ബലം പോകുമ്പം ബലിയെ നമുക്ക് എന്ത് ചെയ്യാം? തോൽപ്പിക്കാം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തോളൂ, കാലം ദാവൽ പ്രതീക്ഷത, അതുവരെ കാത്തിരുന്നോളൂ. എന്തു ചെയ്യും? എവിടെയെങ്കിലും പോയി ഒളിച്ച് താമസിച്ചോളൂ പറഞ്ഞു. അങ്ങനെ ദേവന്മാരെല്ലാവരും അവിടെയും ഇവിടെയൊക്കെ പോയി പാതാള ഗുഹയിലും പർവ്വത ഗുഹയിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ഒളിച്ചു താമസിച്ചു. ഇപ്പൊ ദേവലോകത്ത് ദേവന്മാരൊന്നുമില്ല. ഇപ്പൊ ദേവലോകം ഭരിക്കുന്നത് ആരാണ്? ബലി എല്ലാ ലോകങ്ങളും തൻ്റെ കാൽക്കീഴിലാക്കിയിട്ട് ഏകഛത്രാധിപതിയായിട്ട് അങ്ങനെ വാഴാൻ തുടങ്ങി. അങ്ങനെ ബലി വാഴാൻ തുടങ്ങിയ കാലത്ത് ഇങ്ങനെ ബലിയാണ്. അപ്പം എല്ലാ ദിക്കിലും ദേവലോകത്തൊക്കെ ബലി മഹാരാജാവിൻ്റെ വാഴ്ചയാണ്. അക്കാലത്ത് ഒരു ദിവസം കശ്യപ പ്രജാപതി തൻ്റെ ഭാര്യയല്ലേ അതിഥി മാതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അതിഥി മാതാവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിഥി മാതാവ് ഇങ്ങനെ കണ്ണീരൊഴുക്കി നിലവിളിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മഹർഷി ചോദിച്ചു, എന്താ അതിഥിയെ, നിനക്ക് എത്ര വിഷമം? എന്ത് പറ്റി? വയ്യായ വല്ലതുണ്ടോ? തലവേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒന്നും മിണ്ടണില്ല. എന്താ എന്നെ എത്ര വിഷമിപ്പിക്കണ ഒരു വിഷയം തോന്നുന്നുണ്ടല്ലോ, ഉള്ളില് വലിയ വേദന. അപ്പൊ പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടും മിണ്ടണില്ല. ചോദിച്ചു, അറിയാണ്ടേ ആണെങ്കിൽ പോലും അസത്യം വല്ലതും പറഞ്ഞു പോയോ? എന്താ ചോദിച്ചത്? അറിയാതെ അറിഞ്ഞും കൊണ്ട് പറയില്ല,
അറിയാതെ കണ്ടാണെങ്കിൽ പോലും അസത്യം വല്ലതും പറഞ്ഞു പോയോ ചോദിച്ചു. എന്താണെന്നറിയോ അങ്ങനെ ചോദിച്ചതിൻ്റെ അർത്ഥം? പഴയ കാലത്തൊക്കെ നമ്മൾ അറിയാതെ കണ്ടാണെങ്കിൽ പോലും അസത്യം പറഞ്ഞു പോയാലും വല്ലാതെ ആവും മുഖമൊക്കെ. എന്നൊക്കെ അപ്പൊ സത്യം പറഞ്ഞാലാ വല്ലാണ്ടേ ആവുക അല്ലേ? ശരിയല്ലേ ഇത്? അന്നൊക്കെ അസത്യം പറഞ്ഞു. അസത്യം പറഞ്ഞു അങ്ങനെയാണ് ചോദിച്ചു. അങ്ങനെയുണ്ടോ? ഇനി അതല്ല, അപിവാ അതിഥയോ ഭേത്യ കുടുംബാസക്തയാ ത്വയാ ഗൃഹാദ പൂജിതായാതാ പ്രത്യുത്ഥാനേന വാ ക്വചിൽ ചോദിച്ചു. എന്താ അങ്ങനെ ചോദിച്ചതിന്റെ അർത്ഥം? അപിവാ അതല്ലെങ്കിൽ അതിഥയോ ഭേത്യ കുടുംബത്തെ അതിഥികൾ ആരെങ്കിലും വന്നിട്ട് വേണ്ട മാതിരി സൽക്കരിക്കാൻ പറ്റാണ്ട പോയോ ചോദിച്ചു. എന്നുവെച്ചാൽ എന്താ അർത്ഥം? പണ്ടൊക്കെ അതിഥികൾ കുടുംബത്ത് വന്നിട്ട് അവരെ വേണ്ട മാതിരി സൽക്കരിക്കാൻ പറ്റിയില്ല വെച്ചാൽ വലിയ സങ്കടാവും. എന്നൊക്കെ അപ്പൊ അതിഥികൾ വന്നാലാ സങ്കടാവുക. ശരിയല്ലേ ഇത്? നമുക്കിഷ്ടമല്ല അതൊന്നും. അന്നൊന്നും അങ്ങനെയില്ല. അന്നൊക്കെ അതിഥികൾ വന്നിട്ട് അവരെ വേണ്ട മാതിരി നമുക്ക് സൽക്കരിക്കാനോ വേണ്ട മാതിരി അവരെ ഒന്ന് ശുശ്രൂഷിക്കാനോ സന്തോഷിപ്പിക്കാനോ സാധിച്ചില്ലെങ്കിൽ വലിയ വിഷമാവേ. പണ്ട് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം ഈ അതിഥി പൂജ വെറുതെ പറയില്ലേ. അപ്പോഴും നോക്കിക്കോളൂ, ഏതെങ്കിലും നാട്ടിൻപുറത്തൊക്കെ പോയാൽ വല്ല വായനയ്ക്കൊക്കെ നമ്മൾ ഏതെങ്കിലും ഉൾഗ്രാമങ്ങളിൽ നാട്ടിൻപുറത്തൊക്കെ പോയി അവിടെ ചെന്നാൽ എന്തോ ഒരു സ്നേഹമാണ്. അവർക്കൊന്നും പറയണ്ട. അവരിങ്ങനെ കൊണ്ടുവന്ന് തിരുമേനി വരൂ വരൂ എന്നൊക്കെ പറഞ്ഞ് നടുക്കങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തി ഒരാൾ കാലൊഴിയിക്കണോ, ഒരാൾ കൈയൊഴിയിക്കണോ, ഒരാൾ നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നിപ്പം നമ്മുടെ കയ്യിലല്ല. എന്ത് കയ്യും കാലൊക്കെ ഇവർ കൊണ്ടുപോയി എന്ത് ചെയ്യും? അങ്ങനെ നമ്മളച്ച ബൊമ്മ പോലെ അങ്ങനെ അന്താളിച്ച് ആ സ്നേഹം കൊണ്ട് തിരുമേനി വരൂ എന്നൊക്കെ പറഞ്ഞ് നടുക്ക പീഠത്തിലിരുത്തി എന്നിട്ട് ചുറ്റും ഇലയിട്ടു. ഇത്രയ്ക്കൊന്നും ഇല വേണ്ട, നമുക്ക് ഇത്ര പോകുന്നൊരു കഷ്ണേ വേണ്ടു. എന്നാലും ചുറ്റും ഇലയിട്ടിട്ട് അതിൽ അപ്പം മട പഴന്നൂറൊക്കെ പപ്പടം മത്ത് ഇത് എന്തൊക്കെ ജാതിയാ വിളമ്പി. നമുക്ക് തന്നെ ഇഷ്ടമല്ല പേര്. ജാതിയൊക്കെ ഇങ്ങോട്ട് വിളമ്പിയിട്ട് അവിടുത്തെ വല്യമ്മ ഇങ്ങനെ നിൽക്കുക. തിരുമേനി നമുക്ക് ആ അതിലേക്കൊന്നും ഇങ്ങനെ നോക്കാനൊക്കെയുള്ള പ്രാപ്തിയുള്ളൂ. അത്രയ്ക്കൊക്കെ വഹിക്കൂ. നമ്മളൊക്കെ ഒന്നിങ്ങനെ നോക്കി തിരുമേനി ഒന്നും കഴിച്ചില്ല കഴിക്കും ഇങ്ങനെ നിന്ന് അവിടുത്തെ ആ വല്യമ്മ ഇങ്ങനെ പാവം സ്നേഹം കൊണ്ടേ ഇങ്ങനെ പറയുക. എന്നിട്ട് വലിയ കാര്യമായിട്ട് കൊണ്ടാടുക. ഏതോ വലിയ ആളാന്ന്. എന്ത് അവർക്ക് നമ്മളെ അറിയുന്നില്ല. ഇതാരാന്ന് പോലും അറിയില്ല. കള്ളനാണോ എന്ന് പോലും അറിയില്ല. ചിലപ്പോ ഒക്കെ നോക്കി അങ്ങനെ തോന്നും ചെയ്യും. എന്നിട്ട് പോലും അവരെന്തോ ഒരു വലിയ ആളാന്ന് നിരീക്ഷിച്ചട്ടെ ആലോചിച്ചു നോക്കും. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, തിരുമേനി എന്താ കുടിക്കുക? ചായ പതിവില്ല. കാപ്പി പതിവില്ല. പാലുവെള്ളം ആയാലോ തീരെ പതിവില്ല. അപ്പൊ ഇളനീരായാലോ അപ്പൊ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ചെറുപ്പക്കാരൻ ഒരു ഓട്ടം ഇവനങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ വേറെ ചെറുപ്പക്കാരൻ വന്നു. തിരുമേനി എന്താ കുടിക്കുക ചോദിച്ചു. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. ചായയെ തുടങ്ങി കാപ്പി പറഞ്ഞ് പോന്ന് കരിക്ക ഇളനീരിന്റെ മുകളിലെത്തിയപ്പം ഇവനും പോയി. അങ്ങനെ 9 ചെറുപ്പക്കാർ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചു പോയത് എന്താ കുടിക്കുകയെന്ന്. ഒരു 3/4 മണിക്കൂറിലധികം നേരം കഴിഞ്ഞ് 1 മണിക്കൂറോളം ആവാറായിട്ടും കുടിക്കാനുള്ളത് കിട്ടിയില്ല. കഴിക്കണത് ഇവിടെ ഇങ്ങനെ കഴിപ്പിക്കാൻ വല്യമ്മ എടുത്തിട്ടുണ്ട്. കുടിക്കാനൊരു തുള്ളി വെള്ളം എന്തായാലും അവര് വെള്ളം തരാത്ത സമ്പ്രദായക്കാരല്ല. അത്രയ്ക്ക് സ്നേഹമുള്ളവരാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് എന്തായിരിക്കും ഇപ്പൊ അവര് വെള്ളം ഇങ്ങനെ കൊണ്ടുവരാൻ അത്ര താമസിക്കുന്നത് ആലോചിച്ചപ്പോഴല്ലേ മനസ്സിലായത് എന്താ കാര്യം എന്നറിയും. ആദ്യം ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ അടുത്ത് വന്നില്ലേ, തിരുമേനി എന്താ കുടിക്കുക ചോദിച്ചിട്ട്. ആ ചെറുപ്പക്കാരൻ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? തെങ്ങിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി. ആ പറമ്പിൽ ആകെ ഒരു തെങ്ങേ ഉള്ളൂ. നേരെ തെങ്ങിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി കരിക്ക് ഇങ്ങനെ വീഴ്ത്തി നിലത്തേക്ക് വീഴ്ത്തിയാൽ പൊട്ടിപ്പോയാലോ നിരീക്ഷണത് ഇങ്ങനെ താങ്ങി എടുത്ത് ഇങ്ങനെ ഇറങ്ങാൻ നോക്കുമ്പം ഇയാൾക്ക് ഇറങ്ങാൻ പറ്റണില്ല. എന്താ കാരണം? ഇനി 8 ആൾ ഇറങ്ങിയാലേ ഇവന് ഇറങ്ങാൻ പറ്റുള്ളൂ. എളുപ്പല്ല. അതിന്റെ 8 ആള് നമ്മുടെ അടുത്ത് 9 ആള് വന്നത് പറഞ്ഞില്ലേ. ഇവര് 9 പേരും വരിയായിട്ട് കയറിയത് എവിടേക്കാണ്? ഒരേ തെങ്ങമ്മയ്ക്കാണ്. മുകളിലേക്ക് നോക്കാൻ പോലും അവർക്ക് സമയം കിട്ടിയില്ല. ഇതാകാൻ തിരുമേനിക്ക് അത്രയ്ക്കും സമയം താമസിക്കാണ്ട് വെള്ളം കൊടുക്കണേ. ആ ധൃതി കാരണം 9 ആളും കൂടി കയറിയത്. ആദ്യത്തെ കയറിയോൻ ഇത് എടുത്ത് ഇറങ്ങാൻ പറ്റാണ്ട്, ഗോവിന്ദൻകുട്ടിയെ നീ ഇവിടെ, നാരായണൻകുട്ടിയെ നീ മുകളിൽ, അങ്ങനെ അപ്പുട്ടൻ, നാരായണൻകുട്ടി, ഗോവിന്ദൻകുട്ടി, മാധവൻകുട്ടി എല്ലാവരും അവിടെ ഉണ്ട് തെങ്ങമ്പല്. നോക്കൂ എന്താല്ല അവന്റെ ആ സ്നേഹം. നേരെ പോക്കായിട്ട് തോന്നുന്നു നമുക്ക്. അത്രയ്ക്ക് സ്നേഹമാണ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോരുമ്പോ അവിടുത്തെ ആ വല്യമ്മയ്ക്ക് സങ്കടം കൊണ്ട് വയ്യ. തിരുമേനി ഒന്നും കഴിച്ചില്ല. എന്നുവെച്ചെന്താ സങ്കടാവുകയാണേ, കഴിക്കായോണ്ടേ കഴിച്ചില്ല. എന്നിട്ട് പറഞ്ഞു അടുത്ത തവണ വരുമ്പോ ഒന്ന് പറഞ്ഞിട്ട് ഒന്നും ഇങ്ങോട്ട് വേണ്ട, പറയാണ്ട വന്നിട്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞു വന്നാൽ നമ്മുടെ മൂഡില്ലേ.
ഈ വിശേഷത്തിലെ വിശേഷ വസ്തുവിൽ മൂടില് നോക്കൂ, നേരം പോക്കായിട്ട് കൂടി ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയത് ആ അതിഥി സൽക്കാരത്തിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ. ചില ദിക്കിലൊക്കെ പോയാൽ പാവങ്ങളാണെങ്കിലും അവർ വലിയ സമ്പന്നരാ. കാശുകൊണ്ട് ചിലപ്പം കുറച്ചൊക്കെ കുറവായിരിക്കും, പക്ഷെ അവരുടെ ഹൃദയം കൊണ്ട് അവര് വലിയ പണക്കാരാണ്. എന്ത് തന്നാലും മതിയാവില്ല. അങ്ങനെയൊരു വലിയ ഇപ്പോൾ ഈ കേരളത്തിൽ മാത്രമല്ല, ഉത്തര ഭാരതത്തിലൊക്കെ പോയാൽ എന്തൊരു നമ്മൾ വല്ല ഹിമാലയത്തിൽ അതിഥിയൊക്കെ അങ്ങനെ തൊഴാനും ചുറ്റി സഞ്ചാരത്തിനൊക്കെ അങ്ങനെ പോവേ, അതേ പോയി വല്ലവരും കണ്ടുപിടിച്ച് ഇരുത്തി തൊഴുതിട്ട് സംസ്കൃതമൊക്കെ നിശ്ചലയാളാന്ന് പറയണ്ട. പിന്നെ അവരാ ജന്മത്തിൽ നിലത്തിരിക്കില്ല. ഭാഗവതമൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശിവശിവ, പിന്നെ ഒന്നും പറയണ്ട. ഭാരതം കുറേശ്ശെ നോക്കണ്ടായി. ശിവ ഒന്നും അവരുടെ എന്തോ ഒരു സ്നേഹം ബഹുമാനമായിട്ട് അവർ കൊണ്ടാടുക എന്നറിയൂ. നമ്മൾ കണ്ട അവരുടെ നാട്ടുകാരെല്ലാം ഉടുപ്പും നടപ്പും സമ്പ്രദായം ഒന്നും കണ്ട അവരുടെ നാട്ടിലത്തെ എല്ലാം അവർക്ക് ഒറ്റ നോട്ടത്തിന് അറിയാം. എന്നിട്ടും അവർ നമ്മളെ കൊണ്ടാടുന്നതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ. ആ നാട്ടിൽ നിന്ന് ഒരാൾ നമ്മുടെ നാട്ടിൽ വന്നു, വിദ്വാനാണോ പണ്ഡിതനാണോ പറഞ്ഞ ബംഗാളിയല്ലേ, കോൺക്രീറ്റ് വറക്കാൻ വന്നതല്ലേ, കഴിഞ്ഞ തീരുമാനമായി. നമ്മുടെ സമ്പ്രദായമാണ് പറയുന്നത്. അവരുടെ സമ്പ്രദായം നോക്കൂ, വ്യത്യാസം. ഓരോ ദിക്ക് പോയാലേ അറിയുള്ളൂ. അതിഥി പൂജയുടെ ഇപ്പല്ലേ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സമ്പ്രദായങ്ങളൊക്കെ പോയി. എന്താ അതിഥി? ഒരു കഥയില്ല. പണ്ടൊരു സ്വാമിയാർ വന്നുകൂടി. സ്വാമിയാർ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോകുന്നാണ് നിരീക്ഷിച്ചത്. 3ാമത്തെ ദിവസമായിട്ട് സ്വാമി പോയില്ല. പൊക്കോളൂ എന്ന് പറയാൻ പറ്റുമോ? മോശമല്ലേ? പോണൂല്ല, എന്ത് ചെയ്യും? അങ്ങനെ വന്നു. അപ്പൊ ഒരു ദിവസം ഇത് പോണില്ല എന്ന് കണ്ടപ്പം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, അമ്മൂട്ടിയെ ഞാൻ നാളെ രാവിലെ തന്നെ വന്നിട്ട് നല്ലോണം തല്ലില്ല, തല്ലും പോലെ ഇങ്ങനെ. അപ്പൊ നീ എന്ത് ചെയ്യണം? നല്ലോണം ഉറക്കെ അലറി കരയണം. അപ്പൊ ആര് പൊയ്ക്കോളും? സ്വാമിയാര് പൊയ്ക്കോളും എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മാതിരി പിറ്റേന്നാൾ ഭർത്താവ് അങ്ങോട്ട് വന്നിട്ട് ഭാര്യ പടക്കാന്ന് പറഞ്ഞ് തല്ലാൻ തുടങ്ങി. ഭാര്യയാണെങ്കിൽ പച്ചമുള കീറണ മാതിരി നല്ല ശബ്ദമുള്ള ജാതിയാ. ഉറക്കെ അങ്ങോട്ട് കീറി നിലവിളിക്കാനും തുടങ്ങി. ഇവരുടെ ഈ അടി പിടിയും കലഹം അവരിങ്ങനെ രണ്ടാളും കൂടി അഭിനയാണേ. അപ്പോഴേക്ക് സ്വാമിയാരെ കാണാണ്ടേ വലിയ സന്തോഷം. അടിയൊക്കെ കഴിഞ്ഞു. ഭർത്താവ് ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മൂട്ടിയെ ഞാൻ തന്നെ തല്ലാണ്ട് തല്ലിയപ്പം, നെയ്യെ കരയാണ്ട് കരഞ്ഞപ്പം സ്വാമിയാർ വന്നിട്ട് പറഞ്ഞു ഞാൻ പോവാണ്ട പോയി എന്ന് പറഞ്ഞാ നിൽക്കണു. അത് കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? സ്വാമി നിന്ന് വീട്ടുകാരനെ നോക്കേനെ ഒരേ കയറുമ്പോൾ കെട്ടി തല്ലണം ഇല്ലേ? ചെന്താർത്ഥം? അതിഥിയും കൊള്ളില്ല, ആതിഥേയനും കൊള്ളില്ല. സംസ്കാര സമ്പ്രദായം ഇല്ലേ? അതല്ലേ പറയുന്നത്. അതല്ല അപ്പൊ ഒരൊറ്റ വരി കൊണ്ട് എത്ര നമ്മൾ പഠിക്കാണ്ടെന്നാ ചോദിച്ചതേ. അപിവാ അതിഥയോഭ്യേത്യ കുടുംബാസക്തയാത്വയ. കുടുംബകാര്യത്തിൽ മുഴുക കാരണം അതിഥികൾ വന്നിട്ട് വേണ്ട മാതിരി സൽക്കരിക്കാൻ പറ്റാണ്ട് പോയോ എന്നാണ് ആരോട് ചോദിച്ചതേ. അപ്പൊ അത് കേട്ടപ്പോൾ മറുപടി ആയിട്ട് പറഞ്ഞു, ശരി, ഇതൊന്നുമല്ല എൻ്റെ വൈഷമ്യം. എന്താന്ന് വെച്ചിട്ടുണ്ടോ, എൻ്റെ പുത്രന്മാര് ദേവേന്ദ്രാദി ദേവന്മാര് ഇപ്പം ഏത് കാട്ടിലാണ് താമസിക്കണമെന്ന് നിശ്ചയില്ല. അവർക്ക് ഒരു കാലത്തും ഇല്ലല്ലോ ഒരു നന്മ, ഒരു സൗഖ്യം, ഒരു ശ്രേയസ്, ഒരു ഐശ്വര്യം. എന്നും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാനാണല്ലോ യോഗ. എൻ്റെ കുട്ടികളുടെ കഥയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിച്ചു. ഇപ്പം ഈ മഹർഷീശ്വരൻ ഈ അതിഥി മാതാവിൻ്റെ വിഷമം കണ്ടിട്ടോ ഒരമ്മയുടെ വേദന മനസ്സിലാവൂല. മക്കളൊക്കെ ഇങ്ങനെ നരകിച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ തെണ്ടി നടക്കുന്നത് ആലോചിക്കുമ്പോൾ പറഞ്ഞു, പേടിക്കേണ്ട അതിഥിയെ, ഞാനൊരു വിദ്യ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് അതിഥി മാതാവിന് കശ്യപ പ്രജാപതി ഒരു വിദ്യ പറഞ്ഞു കൊടുത്തൊരു വ്രതം. ആ വ്രതത്തിൻ്റെ പേരാണ് പയോവ്രതം എന്ന് പറയും. എന്നിട്ട് പറഞ്ഞു, ഈ പയോവ്രതം കൊണ്ട് ഭഗവാനെ നല്ലോണം ഭജിച്ചോളൂ. എന്താ പ്രത്യേകത? അങ്ങനെ ആ വിശേഷപ്പെട്ട ഒരു പ്രത്യേക വ്രതാണ്. ഏതൽ പയോവ്രതം നാമ പുരുഷാരാധനം പരം. ഭഗവാനെ ഭജിക്കാനുള്ള വിദ്യയാണ്. ഇതുകൊണ്ട് ഭഗവാനെ ഭജിച്ച് നമുക്ക് നന്മയുണ്ടാവും. അങ്ങനെ അതിഥി മാതാവും കശ്യപ പ്രജാപതിയും ചേർന്നിട്ട് ആരെ ഭജിച്ചു? ഭഗവാനെ ഭജിച്ചു. ആ ഭജിച്ചിരിക്കണ കാലത്ത് ഭഗവാൻ തന്നെ അതിഥി മാതാവിൻ്റെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു.